ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ്, ബെസ്റ്റ് ഡയറക്ടർ, ഇങ്ങനെയുള്ള ഫീമെയിൽ ആക്ട്രസ്, അങ്ങനെ കോമഡി, ഇതെല്ലാത്തിനും കൊടുക്കുന്നുണ്ട്. മെയില് ഫീമെയില് തന്നെയാണ്. ഇപ്പോൾ സ്പെഷ്യൽ കാറ്റഗറി ആയിട്ട് ട്രാൻസ്പേഴ്സിന് കൊടുത്ത സ്ഥിതിക്ക് പിന്നെ ഒരു ഭാരട്ട് അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. നീ ഒന്നും സ്ത്രീ അല്ല. അപ്പം ഞാൻ പറയുന്നു ഞാൻ സ്ത്രീ അല്ല, ഞാൻ ട്രാൻസ്വുമൺ ആണ്, അങ്ങനെ അറിയപ്പെട്ട. അപ്പോഴുള്ള ജനങ്ങളുടെ ചോദ്യം ഇതാണ്, പിന്നെ എന്തുകൊണ്ടാണ് സ്ത്രീ ആവാൻ ആഗ്രഹിക്കുന്നത്? അത് എൻ്റെ ഉള്ളിലെ സ്ത്രീ ആയതുകൊണ്ട്. നമ്മുടെ എന്താണ്, നമ്മൾ ഏതൊരു സിറ്റുവേഷനിലാണ് നമ്മൾ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ഒരു പെണ്ണ് കല്യാണം നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നാൽ അവളെ എങ്ങനെ നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റും? ഇതൊക്കെ നമ്മൾ തിരിച്ചറിയുന്ന സമയത്ത് ഇപ്പം ഈ സമൂഹം പറയും പോലെ ഞാൻ ഇതൊക്കെ ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മളിപ്പം വസ്ത്രം ഇടാൻ തുടങ്ങിയതും അതുപോലെ തന്നെ കമ്മലാണ്, ഓർണമെന്റ്സ് ആണ്, എല്ലാ കാര്യം ആശുപത്രി വന്നതൊക്കെ ഓരോ കാലഘട്ടങ്ങളിലല്ലേ. അതുപോലെ തന്നെ ഓരോരുത്തർ നമ്മൾ എന്താണെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് നമുക്ക് നമ്മളായിട്ട് ജീവിക്കാനുള്ളത് ഇപ്പോഴാണ് ഓരോരുത്തർക്ക് അതിനുള്ള അവസരങ്ങൾ കിട്ടിയത്. അപ്പൊ അവരത് അങ്ങനെ ജീവിക്കുന്നു. സ്വപ്നങ്ങൾക്കും സമരങ്ങൾക്കും ആത്മവിശ്വാസം ചേർത്ത് വെച്ച് ഒരു സമൂഹത്തിൻ്റെ തന്നെ ശബ്ദമായി മാറിയ വ്യക്തിയാണ് ഇന്ന് ടീ ടോക്സിലെ അതിഥി. റിയ, നമസ്കാരം. നമസ്കാരം. നമുക്ക് കുട്ടിക്കാലത്ത് നിന്ന് തുടങ്ങാം. നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടാവും അല്ലേ ഓർമ്മയിലൊരു കുട്ടിക്കാലം. അത് പാതി മറന്നതും ഉണ്ടാവും, മനസ്സിൽ ചേർത്ത് വെച്ചതും ഉണ്ടാവും. റിയയുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏറ്റവും മനോഹരമായ ഓർമ്മ ഏതാണ്? എനിക്ക് കുട്ടിക്കാലം ഏറ്റവും നല്ല മനോഹരമായതിന് ഏറ്റവും ഒരു 5-6 വയസ്സുള്ള സമയത്ത് സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഉമ്മ സ്കൂളിലേക്ക് കൊണ്ടുവിടും. അപ്പം ഭയങ്കര മടിയാണ്, പോകാനേ താല്പര്യമില്ല, സ്കൂളിൽ പോകാനേ താല്പര്യമില്ല, കാരണം കളിച്ച് നടക്കാനാണ് ഇഷ്ടം. അപ്പം ആ സമയത്ത് സ്കൂളിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ ഉമ്മ വലിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഞാൻ മണ്ണിലിരുന്ന് എന്ത് ചെയ്തു, ട്രൗസറിൽ മൊത്തം ചെളിയായി. ആ ചെളിയായ സമയത്ത് അപ്പം അന്ന് എന്നെ കൊണ്ടുപോയില്ല, സ്കൂളിൽ വിട്ടില്ല, തിരിച്ചുകൊണ്ടുപോയി. അതൊരു അടവാക്കിയെടുത്ത് പിന്നീട് 2-3 പ്രാവശ്യം ഞാൻ അങ്ങനെ ആക്കിയപ്പം പിന്നെ ഉമ്മ എന്ത് ചെയ്തു, അത് ഒരു ട്രൗസറും എക്സ്ട്രാ എടുക്കാൻ തുടങ്ങി. എന്നിട്ട് അത് ഇടിച്ചിട്ട് സ്കൂളിലേക്ക് ഇടാൻ. അത് പിന്നെ ഈ മഴക്കാലത്തെ സംബന്ധിച്ച്, മഴക്കാലം എന്ന് പറയുന്നത് നമ്മുടെ അവിടെ കുറച്ച് ഉള്ളു ഏരിയ ഒക്കെ ആയതുകൊണ്ട് ഈ പുഴയും വയലൊക്കെ ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്നതും, അപ്പം നമ്മൾ ഈ ബുക്ക്, നമ്മൾ ബാഗൊക്കെ ഇങ്ങനെ തോളിലിട്ട് ഇങ്ങനെ വയലിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് കംപ്ലീറ്റ്ലി വെള്ളം ബാഗിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട്, പിന്നെ അത് വന്നിട്ട് പണ്ട് ചേരൊക്കെ ആയിരുന്നു, ചേര്. എന്നിട്ട് അത് ബുക്കൊക്കെ എന്ത് ചെയ്യും, ചേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിറകില്ലേ, വിറക് എത്തിക്കുന്ന, അന്ന് ഗ്യാസും അതൊന്നുമല്ല. അപ്പം വിറക് ഈ ചേരിൽ, ഈ മഴക്കാലത്ത് വിറക് മുറിച്ചിട്ടാണ് ഈ ചേരിൽ വെച്ചിട്ടാണ് ഉണക്കുക. അപ്പൊ ഈ ഉമ്മ വൈകുന്നേരം വന്ന സമയത്ത് ഈ പുസ്തകവും ഇതും എല്ലാം എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ചേരിന്റെ മുകളിൽ വെച്ച് ഉണക്കി. എനിക്ക് തോന്നുന്നു ഓരോ നാടിനും ഓരോ ഭാഷയാണ്. മലപ്പുറംകാരാണെന്ന് തോന്നുന്നുണ്ട് ചേര് എന്ന് പറയാം. ഞാൻ മലപ്പുറത്താണ് ജനിച്ചത്, പക്ഷെ കോഴിക്കോടാണ് ഞാൻ സ്കൂളിൽ പഠിച്ചത്. സ്കൂളിൽ ഞങ്ങളുടെ ഫാമിലി മൊത്തം കോഴിക്കോടേക്ക്, ബാലുശ്ശേരി കുരാശൻ എന്ന സ്ഥലത്തേക്ക് മാറി. അപ്പം അവിടെ ഇങ്ങനത്തെയൊക്കെ ഒരു നമ്മുടെ ആ കുട്ടിക്കാലത്തെ കുറേ ഓർമ്മകൾ എന്നൊക്കെ പറയുമ്പം ഇതൊക്കെയാണ്. പിന്നെ പെരുന്നാൾ, ഓണം ഒക്കെ വരുന്ന സമയത്ത് ഞങ്ങളുടെ സ്വന്തം ഒരു കല്യാണച്ചീവി തൊട്ടപ്പുറത്തും ഞങ്ങൾ തൊട്ടടുത്ത് ഹിന്ദു കാസ്റ്റും ഞങ്ങളും കൂടെയായിരുന്നു. അപ്പോൾ ഓണം ഉണ്ടെങ്കിൽ എല്ലാം അവരുടെ വീട്ടിലായിരിക്കും, പെരുന്നാളൊക്കെ നമ്മുടെ വീട്ടിൽ, നോമ്പൂറ അതൊക്കെ നമ്മുടെ വീട്ടിലായിരിക്കും. അപ്പോൾ അവർക്ക് ഈ പൂക്കളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ചേമ്പലൊക്കെ കൊണ്ട് മലേൻ്റെ മുകളിൽ ഇങ്ങനെ തെച്ചിപ്പോൾ അങ്ങനത്തെ കുറേ പൂക്കളൊക്കെ പറിച്ചു കൊണ്ടിരുന്നു. ഇതൊക്കെയാണ് കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ ആയിട്ട് തങ്ങി നിൽക്കുന്ന ഓർമ്മകൾ. ശരിക്കും പറഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള ഒരുപാട് ഓർമ്മകളുണ്ട്. ഇപ്പൊ ഞങ്ങളവിടെ ചെല്ലുന്നു, ഇപ്പൊ കുട്ടികളൊന്നും ആരും ഫ്ലാറ്റിലും അതും ഒക്കെ ആയിട്ട് ഇപ്പൊ അങ്ങനത്തെ ഒരു ഇതില്ലല്ലോ. ഒരു നമ്മുടെ ആ മണ്ണിന്റെയും അല്ലെങ്കിൽ ആ വെള്ളത്തിന്റെ അതൊക്കെ മാറി, ഒരുപാട് മാറിയിരിക്കുന്നു. ആ ഒരു നമ്മുടെ ഒരു എന്താ പറയാ, നിഷ്കളങ്കമായിട്ടുള്ള ആ ഒരു ക്യാരക്ടർ അതൊക്കെ മാറിപ്പം. ഇപ്പൊ നമ്മൾ അന്നൊക്കെ സത്യത്തിൽ ലോകപരിചയം എന്നൊക്കെ പറയുന്ന ഒരു സാധനവും, അല്ലെങ്കിൽ ഇങ്ങനെ ഈ പല ആൾക്കാരുടെ സംസാരങ്ങളും ഇതൊക്കെ കേട്ടിട്ടുള്ള കുറേ ഒരു കഴിവുകൾ നമുക്കുണ്ടായിരുന്നു. എഡ്യൂക്കേഷൻ ചിലപ്പം കുറവായിരിക്കും, പക്ഷെ എങ്കിൽ പോലും ഇങ്ങനത്തെ കുറേ കഴിവ്. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ ഉണ്ട്, പക്ഷെ നോളജ്, ഇങ്ങനത്തെ പ്രകൃതി, നമ്മുടെ വിവരം എന്ന് പറയുന്ന സാധനം കുട്ടികൾക്ക് ഇല്ലാത്തൊരവസ്ഥയായി മാറിയിട്ടുണ്ട്. സീരിയസ്ലി ഞാൻ പറയാം, കുട്ടികള് ഇത് അംഗീകരിക്കില്ല, കാരണം അവർക്ക് അവരുടെ ജനറേഷനാണ്. ജനറേഷന്റെ തീർച്ചയായിട്ടുള്ള ഡിഫറെന്റ്, ഭയങ്കരമായിട്ട് ഡിഫറെന്റ്. 1-2 മക്കളുണ്ട്, ഞങ്ങളൊക്കെ 9 മക്കളുണ്ട്. അപ്പൊ ഇവരുടെ ഞാൻ അതിലേക്ക് വരാം. 6 ജ്യേഷ്ഠന്മാരുടെ കുഞ്ഞനിയത്തി അല്ലെ? ഇപ്പൊ അങ്ങനെയല്ല? ഇപ്പൊ അങ്ങനെയാണ്. എങ്ങനെയാണ് വിളിക്കാറുണ്ടോ? ഇല്ല വിളിക്കാറൊന്നുമില്ല. ഇത്തമാര് വിളിക്കും, 2 പേര്. ഏട്ടന്മാരും വിളിക്കാറില്ല.
ഒരേട്ടൻ ഇപ്പം ക്യാൻസർ വന്നിട്ട് മരിച്ചു, രണ്ടുപേരും ശരി. മരിച്ചു. അപ്പം അവര് ആ മരിക്കുന്നതിന്റെ കുറച്ച് മുമ്പ് അവർക്ക് ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റിയിട്ടില്ലേ? അവർക്ക് അംഗീകരിക്കാൻ പറ്റാ. അത് പക്ഷെ അപ്പോഴൊക്കെ ചേർത്ത് പിടിച്ചത് അമ്മയാണല്ലേ? അതെ അതെ അതെ. അമ്മ ഒരുപാട് സപ്പോർട്ട് എന്നല്ല, അത് അവർക്ക് നമ്മളെ ഒഴിവാക്കാൻ കഴിയില്ല. അതെ. പെട്ടെന്നൊന്നും ഒന്നും അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്നല്ലോ. പക്ഷെ ഒരുപാട് ചോദ്യങ്ങളും ഉമ്മ അല്ലെ, ഒരുപാട് ചോദ്യങ്ങളും ഉമ്മ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നാട്ടിലെ മൊത്തത്തിലുള്ള ആൾക്കാർ ഇപ്പൊ എന്തായാലും അന്നും പറയൂ കേട്ടോ ഉമ്മ കുറെ കാര്യങ്ങള്. എന്റെ കുട്ടി എങ്ങനെയാണല്ലോ, അത് എന്റെ കുട്ടി എങ്ങനെയാണ്. ഞാൻ ആലോചിക്കുന്നത് എന്താണെന്നറിയോ, ഉമ്മ എന്ന് പറയുമ്പോൾ ഒരു പഴയ ജനറേഷനാണ് അല്ലേ, എന്നിട്ടും ഉമ്മയ്ക്ക് അത് അംഗീകരിക്കാൻ കഴിഞ്ഞു, അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എൻ്റെ ഉമ്മ പഴയ ജനറേഷൻ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ്. പണ്ടത്തെ 8ാം ക്ലാസ് വരിക. ശരി. അപ്പം ഇപ്പം കാറിൽ പോവുകയാണെങ്കിൽ ഉമ്മ ദൂരെയുള്ള ബോർഡ് വരെ കറക്റ്റായിട്ട് വായിച്ച്, ഞങ്ങൾക്കൊക്കെ ലീവ് ലെറ്റർ, പണ്ടത്തെ 8ാം ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷനുള്ള ആളാണ്. പക്ഷെ അവര് നമുക്ക് ലെറ്ററൊക്കെ ലീവ് ലെറ്ററൊക്കെ എഴുതി തരിക ഉമ്മ തന്നെയാണ്. അപ്പൊ ഉമ്മാക്ക് തന്നെ നമുക്ക് അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റില്ല. അങ്ങനത്തെ കുറച്ച് നല്ലൊരു കാര്യങ്ങൾ എല്ലാത്തിനെ കുറിച്ച് ഈ ജനറേഷനും ഞാൻ കണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ആ ഒരു ഏജിൽ ഇപ്പം എൻ്റെ കാഴ്ചപ്പാടിൽ ഇപ്പം എൻ്റെ ഉമ്മയാണ് എല്ലാ ഈ ഒരു കാര്യമല്ല, എൻ്റെ ഒരു കാര്യം മാത്രമല്ല, ബാക്കി ഏത് കാര്യം ഇപ്പം സിനിമയ്ക്ക് വന്ന് പോവാം, ടൂർ പോവാന്നുള്ള ടൂർ പോവാം, അങ്ങനെ എല്ലാം കൊണ്ടും ഈ ഒരു ജനറേഷനും നമ്മൾ അവരുടെ ആ ഒരു ജനറേഷനും ഒരേപോലെ വേവ് ലെങ്ത് ഒരേപോലെ ആക്കി കൊണ്ടുപോകുന്ന ഒരു വ്യക്തി അത് എൻ്റെ ഉമ്മ തന്നെയാണ് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് സ്വാധീനിച്ച വ്യക്തി ഉമ്മയായിരിക്കും അല്ലേ? അപ്പൊ കൂടൽ എന്ന സിനിമ ഇറങ്ങിയപ്പോ ഉമ്മയെ കൊണ്ടുപോയി കാണിച്ചോ? അയ്യോ, കൂടുതൽ ഈ സിനിമ കാണിച്ചില്ല. കാണണമെന്ന് ആഗ്രഹം പറഞ്ഞിരുന്നു. ഞാൻ ആദ്യം തന്നെ എറണാകുളത്താണല്ലോ ഫസ്റ്റ് ഞങ്ങളുടെ പ്രിവ്യൂ ഷോ ഉണ്ടാവുക. അപ്പോൾ അവിടെ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ അപ്പോൾ ഉമ്മക്ക് തീരെ ഒരു വയ്യാതുണ്ടായി, പെട്ടെന്ന് ഒരു സ്റ്റോക്ക് വന്ന മാതിരി ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് ഇതിനു മുമ്പാണ്. അറിഞ്ഞില്ലേ എന്താ അഭിനയിച്ചു? അറിയാം. ഉമ്മ സീരിയൽ കാണാറുണ്ട്, എൻ്റെ സീരിയൽ കാണാറുണ്ട്, അതുപോലെ തന്നെ എൻ്റെ ഇന്റർവ്യൂസ് കാണാറുണ്ട്, അങ്ങനെയുള്ളതെല്ലാം ചെയ്യാറുണ്ട്. സിനിമയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഉമ്മക്ക് അങ്ങനത്തെ ഇതിനൊന്നും ഒരു ഇതുമില്ല. ഭയങ്കര സിനിമയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ബീച്ചിൽ പോവുക, സിനിമയ്ക്ക് പോവുക, അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടം. സിനിമയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വായിച്ചൊരു സ്ഥലത്ത് സന്തോഷ് കിയാറ്റൂരിൻ്റെ കൂടെ കോസ്റ്റ്യൂം ഡിസൈനറായിട്ട് അല്ലേ, എന്താ അവനോവിലോന അല്ലേ ആ പടത്തിൻ്റെ. സന്തോഷ് എൻ്റെ നാട്ടുകാരനാണ്. എങ്ങനെയാണ് സന്തോഷിൻ്റെ അടുത്തേക്ക് അന്ന് എത്തപ്പെട്ടത്? സന്തോഷിനെ അറിയോ? സന്തോഷിനെ ഞാൻ നല്ലൊരു സൗഹൃദം നിലനിർത്തുന്ന രണ്ട് വ്യക്തികളാണ് നമ്മൾ. ചില ആൾക്കാരൊന്നും നമ്മൾ കണ്ടിന്യൂസ് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒന്നും ചെയ്യേണ്ട, പക്ഷെ എങ്കിലും നമ്മൾ അവരോട് വിളിക്കുന്ന സമയത്ത് നമുക്ക് ഇന്നലെ വരെ സംസാരിച്ചൊരു ഫീൽ ഉണ്ടാവും. കാരണം ചിലപ്പോൾ വിളിക്കുന്ന സമയത്ത് ഒരുപാട് സംസാരിക്കാനുണ്ടാവും. അങ്ങനെ വിളിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ആ ക്യാരക്ടർ ഒരു ട്രാൻസ്ജെൻഡർ ആണ് അല്ലേ, അതിലേക്ക് റിയ എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളതാണ്. സന്തോഷ് ചേട്ടനാണ് അത് ആ ക്യാരക്ടർ ചെയ്തത്. അപ്പോൾ സന്തോഷ് ചേട്ടൻ തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞതാണ്, ഞാൻ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, റിയയ്ക്ക് അതിൻ്റെ കോസ്റ്റ്യൂം ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ഓർണമെൻറ്റ്സ് എല്ലാ കാര്യങ്ങളും ഞാനായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തതാണ്. അതിൽ ശരിക്കും അതിൻ്റെ ഒരു അവാർഡൊക്കെ കിട്ടുന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. സന്തോഷ് എപ്പോഴും പറയുമായിരുന്നു ഇതിൽ കോസ്റ്റ്യൂം ഡിസൈനർ എന്നുള്ള അവാർഡ് ചിലപ്പോൾ എനിക്ക് കിട്ടും എന്നൊക്കെ പറയുന്നു. അല്ല, സിനിമയുടെ പേര് തന്നെ ഒരു പ്രത്യേകതയുള്ള നല്ലൊരു ക്യാരക്ടറാണ്. പിന്നെ ഏതൊക്കെയാണ്? പിന്നെ ഫ്രൈഡേ സ്റ്റോറിയോ? ഫ്രൈഡേ ട്രിപ്പ് അല്ലേ? ഫ്രൈഡേ ട്രിപ്പ് ഒന്നും ഇറങ്ങിയിട്ടില്ല. പിന്നെ വിവാഹാവാഹനം, പിന്നെ അതേഴ്സ് എന്ന് പറയുന്ന നല്ലൊരു മൂവി ചെയ്തിരുന്നു ഞാൻ. അതിന്റെ റീൽസ് ഒക്കെ ഇപ്പം ഭയങ്കരമായിട്ട് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല രീതിയിൽ. റിലീസായോ? റിലീസായില്ല. അത് പല രാജ്യങ്ങളിലെ അവാർഡിനൊക്കെ നമുക്ക് കിട്ടിയിരുന്നു. പിന്നെ എന്തോ പ്രൊഡ്യൂസറും ഡയറക്ടറും തമ്മിലുള്ള എന്തോ ഒരു ഇഷ്യൂ കാരണം അത് റിലീസായില്ല. പിന്നെ ചെയ്തത് ഏറ്റവും വലിയൊരു മൂവിയായിട്ട് കൂടൽ. ശരിക്കും കൂടലിൽ വരുന്നയും നായിക എന്നുള്ള രീതിയിൽ തന്നെ നല്ലൊരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് OTT വരുമ്പോൾ എന്തായാലും. സീരിയൽ എങ്ങനെയാണ്? സീരിയലിലെ വിശേഷം എന്തൊക്കെയാണ്? സീരിയലിൽ എനിക്ക് ആദ്യം തന്നെ സീരിയലിലേക്ക് എനിക്ക് എൻട്രി തന്നത് തന്നെ സിന്ധു മാമാണ്, നമ്മുടെ മുകേഷ് സാറിന്റെ പെങ്ങള്. കൈലാസ് പ്രൊഡക്ഷനിലാണ് എനിക്ക് ആദ്യം പ്രണയവർണ്ണങ്ങൾ എന്നുള്ള സീരിയലിനാണ് എനിക്ക് ആദ്യം വന്നത്. അത് പുള്ളിക്കാരത്തി ഫ്രൈഡേ ട്രിപ്പിലെ പോലീസിന്റെ ഒരു പുള്ളിക്കാരൻ എനിക്ക് ആ ഫോട്ടോ എടുത്ത് ഓക്കെ ഞാൻ പറഞ്ഞു, മാം ഞാൻ ഇങ്ങനെ ഒരു ട്രാൻസ്ഫോമറാണ്, അപ്പോൾ എന്താണ് അതൊക്കെ ഞാൻ അറിയും കുട്ടി, അതൊന്നും എനിക്കൊരു കുഴപ്പമില്ല, നീ എന്താ ലുക്കിൽ ഇങ്ങനെ ഒരു ലുക്ക് ഉണ്ട്, ലേഡീസ് ലുക്ക് ഉണ്ട്, എനിക്ക് ആ ക്യാരക്ടർ നോക്കിയാൽ മതി, നിന്റെ ഉള്ളിലേക്ക് ആപ്റ്റാണ് അറിയാം പോലീസ് സ്റ്റേഷനിലെ. അതുകൊണ്ട് പോലീസ് കിട്ടുന്നുണ്ട് ഇപ്പൊ കംപ്ലീറ്റ്ലി. ഇപ്പൊ എല്ലാ വേഷങ്ങളും അങ്ങനെ തന്നെയായി. ഇപ്പൊ 7-ാം തീയതിയും ഏഷ്യാനെറ്റില് സ്നേഹക്കൂട് എന്നുള്ള സീരിയലിന്റെ ഷൂട്ടുണ്ട്. അപ്പോഴും അതും പോലീസ് തന്നെയാണ്. അത് ഓൾറെഡി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ സിന്ധു മാമിന് വലിയൊരു താങ്ക്സ് ഉണ്ട്. അത് സീരിയൽ നല്ല എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ
ട്രാൻസ്ജെൻഡർ അദാലത്ത് ജഡ്ജ്, അതുപോലെ തന്നെ കേരളത്തിലെ ജസ്റ്റിസ് ബോർഡ് അംഗം അല്ലേ, അതുപോലെ സർവകലാശാല ചാമ്പ്യൻ അല്ലേ, പിന്നെ ആദ്യമായിട്ട് ഫോക്ക് ഡാൻസ്, ഇങ്ങനെ ഒരുപാട് മേൽവിലാസങ്ങളുണ്ട് റിയക്ക്. പക്ഷെ സമൂഹം വേണ്ടത്ര ഒരു മേൽവിലാസം തന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയും വലിയൊരു സിഗ്നേച്ചർ പതിപ്പിക്കാൻ സാധിച്ച റിയക്ക് നല്ലൊരു ജോലി കിട്ടിയില്ല എന്ന് തോന്നിയിട്ടുണ്ടോ ഇത്രയും കാലത്തിനിടയിൽ? നല്ലൊരു ജോലി കിട്ടിയിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ. ജോലിക്ക് അങ്ങനെയല്ല, ഇതൊക്കെ എല്ലാം ഞാൻ സത്യത്തിൽ ഒരു ജോലിക്ക് ഞാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളൊരു വേറൊരു സത്യമാണ്. കാരണം വെച്ചാൽ എല്ലാം നല്ലൊരു അച്ചീവ്മെൻറ്റ്സ് ആ ഒരു രീതിയിലേക്ക് പോവാണ്. സമൂഹം തന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയാണ്, ഞാൻ അങ്ങനെ ഒരു വലിയൊരു എല്ലാവരോടും നല്ല രീതിയിൽ ഇതാക്കുന്നല്ലാണ്ട് ഓവറായിട്ട് അങ്ങനെ ആരോയില്ല. അപ്പോൾ അവിടുന്ന് ഇപ്പം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിലും ഞാൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് അപേക്ഷയൊക്കെ കൊടുത്തിരുന്നു. എന്താണ് നമുക്ക് ഗവൺമെൻറ് തരുന്നുണ്ട് ഒരു 10,000 രൂപയും ക്യാഷ് അല്ല ഒരു അവാർഡൊക്കെ കൊടുക്കുന്നുണ്ട് ഈ കലോത്സവങ്ങളിൽ. പക്ഷെ അതിനൊക്കെ ഞാൻ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ. അപ്പം അതിനൊന്നും എനിക്ക് കിട്ടില്ല. കാരണം അതൊക്കെ എനിക്ക് എന്തൊക്കെയോ ഇത് തോന്നി. കാരണം അത് അത്രയും കേരളത്തിലെ ഒരു 10 പേരിൽ ഏറ്റവും കൂടുതൽ അച്ചീവ്മെന്റ്സ് നേടിയെന്നാണ് അതിലൊരാളായിട്ട് എനിക്ക് എന്തായാലും കിട്ടാൻ അതാ ഞാൻ പറഞ്ഞു ഒരുപാട് മേൽവിലാസങ്ങൾ ഉണ്ട്. അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ആ രീതിയിലൊന്നും എനിക്കൊന്നും ഇതുവരെ അങ്ങനത്തെ ഒരു അംഗീകാരങ്ങളൊന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ അങ്ങനെ സാവധാനം വിജയിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു പോകുന്നു. സമരങ്ങൾക്കൊക്കെ മുൻനിരയിൽ നിൽക്കാൻ ആഗ്രഹം ഉണ്ടല്ലേ? എന്നാ പിന്നെ എങ്ങനെയാണ് അങ്ങനെ അറ്റൻഷൻ സീക്കിംഗ് തോന്നിയിട്ടുണ്ടോ? അപ്പോൾ അല്ല ഇപ്പൊ നമ്മുടെ അവാർഡിന്റെ ഒരു സംഭവം എടുത്തു കഴിഞ്ഞാൽ അല്ലേ, പക്ഷെ അത് റിയ പറഞ്ഞതിൽ ഒരുപാട് കാര്യമുണ്ട്. 34 അവാർഡുണ്ട് അല്ലേ, അതിൽ ട്രാൻസ്ജെൻഡറിന് കൊടുക്കുന്ന ഒരു അവാർഡിന് ബാർ എന്നിട്ട് സ്ത്രീ എന്ന് കൂടി എഴുതി വെച്ചു, എന്നിട്ട് സ്ത്രീക്ക് കൊടുക്കുകയും ചെയ്തു. അതെ, ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ്, ബെസ്റ്റ് ഡയറക്ടർ, ഇങ്ങനെയുള്ള ഫീമെയിൽ ആക്ട്രസ്, അങ്ങനെ കോമഡി, ഇതെല്ലാത്തിനും കൊടുക്കുന്നുണ്ട്. മെയില് ഫീമെയില് തന്നെയാണ്. ഇപ്പൊ സ്പെഷ്യൽ കാറ്റഗറി ആയിട്ട് ട്രാൻസ് പേഴ്സൺ കൊടുത്ത സ്ഥിതിക്ക് പിന്നെ ഒരു ഭാരട്ട് അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആ ട്രാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസ് സ്പെഷ്യൽ ആണ്. അത് ആ സ്പെഷ്യൽ ആകുമ്പോൾ അതിൽ മേക്കപ്പ് ആവാം, കോസ്റ്റ്യൂം ആവാം, ഇനിയിപ്പോൾ ട്രാൻസ് വുമൺ ആവാം, ട്രാൻസ് മെൻ ആവാം, ഇതിൽ ആർക്ക് വേണമെങ്കിലും അവരിൽ ആരാണോ കഴിവ് തെളിയിച്ചത്, അത് സ്പെഷ്യൽ ആണല്ലോ, സ്പെഷ്യൽ കാറ്റഗറിക്കാണല്ലോ കൊടുക്കുന്നത്. അപ്പൊ ആ സ്പെഷ്യൽ കാറ്റഗറിക്ക് അതിൽ ആർക്കാണെങ്കിലും ഒരാൾക്ക് അത് അത്യാവശ്യം ലെവലിൽ ചെയ്ത ഒരാൾക്ക് ആർക്കാണ് ആക്ടർ ആവാണേലും ആക്ടർ ഇതാണേലും ഒക്കെ അവർക്ക് അത് കൊടുക്കാം. അപ്പം അതിൻ്റെ ഇടയിൽ പിന്നെ സ്ത്രീകൾക്ക് ഇപ്പം ഈ കണ്ടിന്യൂസ് ആയിട്ട് 2-3 വർഷം പോയിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീകൾക്ക് മാത്രമാണ്. അതും അങ്ങനെ ഒരു കോളം, അതെ, ആ കോളവും കൊടുത്തു. പിന്നെ അത് മാത്രമല്ല, ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് തന്നെ ഓൾറെഡി സ്ത്രീകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സിനിമ ചെയ്യാൻ വേണ്ടി 1 crore എന്താ കൊടുക്കുന്നുണ്ട്. ആ സിനിമയ്ക്ക് തന്നെയാണ് ഇപ്പോൾ പോയി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അതിലൊരു മാറ്റം വരുത്താൻ സാധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഈ പ്രാവശ്യം തൊട്ട്, കഴിഞ്ഞ പ്രാവശ്യമല്ല ഈ പ്രാവശ്യം തൊട്ട് അവർ ഓൾറെഡി ഇതിൻ്റെ കമ്മിറ്റിയിൽ സംസാരിച്ചിട്ട് അത് ഓൾറെഡി മൊത്തം ഇതാക്കിയിട്ടുണ്ടല്ലോ, മാറ്റം വന്നിട്ടുണ്ട് കമ്മിറ്റി. അപ്പം അതിൽ ഇതൊന്ന് ചർച്ചയ്ക്ക് ഇട്ടിട്ട് ചെയ്യാമെന്നുള്ളൊരു പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനൊരു വിവാദപരമായ ഒരു വിഷയം വന്നപ്പോൾ ട്രാൻസ് കമ്മ്യൂണിറ്റി പിന്തുണച്ചോ? ഞാൻ ഓൾറെഡി തിരുവനന്തപുരം അല്ലെങ്കിൽ അവിടെ മന്ത്രിനെ പോയി കണ്ടു, ചലച്ചിത്ര അക്കാദമി ചെയർമാനെ പോയി കണ്ടു, അങ്ങനെ ഒരുപാട് അവിടുത്തെ IAS ഉദ്യോഗസ്ഥരെ അങ്ങനെയൊക്കെ പോയി കണ്ടു. പക്ഷെ ആരും എൻ്റെ കൂടെ വന്നിട്ടില്ല. അങ്ങനെ ഒരു പിന്തുണ ലഭിക്കുന്നില്ല എന്ന് റിയക്ക് തോന്നിയിട്ടുണ്ടോ? അതായത് മറ്റുള്ള ഇപ്പോൾ ട്രാൻസ്ജെൻഡർ വുമൺ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു പിന്തുണ റിയക്ക് കിട്ടുന്നില്ല കമ്മ്യൂണിറ്റിയിൽ നിന്ന് എന്ന് തോന്നിയിട്ടുണ്ടോ? അത് എന്താ എനിക്കറിയില്ല, അങ്ങനെ ഒരു പിന്നെ അങ്ങനെയല്ല, ഞാൻ ആ ഭാഗം മൈൻഡ് വെക്കാറില്ല എന്നുള്ളതാണ്. എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള കുറച്ച് കോൺഫിഡൻസ്, നമുക്ക് നേരിട്ട് അങ്ങ് പോയി ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്നുള്ളൊരു ധാരണയിൽ ഞാൻ ചെയ്യുന്നതാണ്. അതിനൊരു സംഘടന എന്തിനും കൂട്ടുപിടിക്കാത്തതാണ്. പുരുഷനിൽ നിന്ന് ഉടലെടുത്ത ഒരു വ്യക്തി എന്ന നിലയിൽ പരിപൂർണ സ്ത്രീയാവാൻ സാധിക്കില്ല എന്ന് റിയ ഒരിക്കൽ പറഞ്ഞു. അതായത് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാത്തവർ സ്ത്രീയല്ല, ഇൻഡയറക്ട്ലി അതിനൊരു മീനിങ് അങ്ങനെ വെക്കാം. അത് കുറെ വിവാദമാവുകയും ചെയ്തു. പക്ഷെ എൻ്റെ ചോദ്യം ഇതല്ല. അതായത് സമൂഹം അംഗീകരിക്കുന്ന ഒരു സ്ത്രീ ആവണമെന്ന് കരുതിയിട്ടായിരുന്നല്ലോ റിയയുടെ ഈ മാറ്റം വന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യത്തിന് അവിടെ പ്രസക്തി ഉണ്ടോ? സമൂഹം അംഗീകരിക്കുന്ന ഒരു സ്ത്രീ എന്ന് അത് നമുക്ക് ആർക്കാണെങ്കിലും നമുക്ക് ഉറപ്പാണ്. സ്ത്രീ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് ശാരീരികമായിട്ട് നല്ല രീതിയിൽ വിമർശനം ഉണ്ടായ ഒരു സാധനം. അതൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ശാരിക പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ശാരിക പബ്ലിക് ശാരിക എങ്ങനെയെങ്കിലും അതിന് ഓവർടേക്ക് ചെയ്യണം.
അപ്പൊ അത് വേണ്ടിയിട്ടുള്ള സംസാരം ഞാൻ പറഞ്ഞിരിക്കുക എൻ്റെ ഉള്ളിലുള്ള ഒരു സ്ത്രീ എന്നാണ്. അത് മറ്റാരും അംഗീകരിക്കേണ്ട, അത് അംഗീകരിക്കേണ്ട. അത് എനിക്ക് തോന്നുന്നത്, ഞാൻ ഇടയിൽ കയറി പറയുന്നതല്ല, അങ്ങനെ ഉൾക്കൊള്ളുന്നത് കൊണ്ടായിരിക്കാം റിയക്ക് ഇത്രയും ആത്മവിശ്വാസം അല്ലേ. എനിക്ക് എന്നെ മനസ്സിലാക്കിയാൽ മതി, അല്ലെങ്കിൽ എന്നെ സമൂഹം മനസ്സിലാക്കേണ്ട, അങ്ങനെ സ്വയം കരുതുന്നത് കൊണ്ടാണോ ഇത്രയും ആത്മവിശ്വാസത്തിൽ സംസാരിക്കാൻ സാധിക്കും? അല്ല, സമൂഹം മനസ്സിലാക്കണ്ടെന്നല്ല, സമൂഹം മനസ്സിലാക്കാൻ സമൂഹത്തിന് വെറുതെ നമ്മുടെ ഒരു സബ്ജക്റ്റ് ഇട്ട് കൊടുക്കണ്ടല്ലോ. നീ ഒന്നും സ്ത്രീ അല്ല. അപ്പൊ ഞാൻ പറയുന്നു ഞാൻ സ്ത്രീ അല്ല, ഞാൻ ട്രാൻസ്വുമൺ ആണ്, അങ്ങനെ അറിയപ്പെട്ട. അപ്പോഴുള്ള ജനങ്ങളുടെ ചോദ്യം ഇതാണ്, പിന്നെ എന്തുകൊണ്ടാണ് സ്ത്രീ ആവാൻ ആഗ്രഹിക്കുന്നത്? അത് എൻ്റെ ഉള്ളിലെ സ്ത്രീ ആയതുകൊണ്ട് സ്വയം മനസ്സിലാക്കിയാൽ മതി. ഇതിപ്പം ഒറ്റ റീസണേ ഉള്ളൂ, നിങ്ങളെല്ലാവരും സ്ത്രീ എന്ന ഉടലിലാണ് ജനിച്ചിരിക്കുന്നത്. അതെ, അതേമാതിരി പുരുഷൻ ഉടലിലാണ് അവർ ജനിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമ്മുടെ മാനസിക അവസ്ഥ കൊണ്ട് മാത്രം നമ്മൾ ഒരു സ്ത്രീ എന്ന രീതിയിലേക്ക് ബയോളജിക്കലി അവർ പുരുഷൻ്റെ ഇതിൽ പിന്നെ അവർ സ്ത്രീ ആയിട്ട് മാറിയതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ചേഞ്ച് വന്നു. നമ്മളുടെ ആരെയും തെറ്റുകൊണ്ടല്ലോ റിയ, അത് ചേഞ്ച് വന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ പല കാര്യങ്ങളും ഉണ്ടാവില്ല. ഗർഭപാത്രം ഉണ്ടാകുന്ന പീരീഡ്സ് എന്ന് വിചാരിച്ച് ഗർഭപാത്രം ഇല്ലാത്ത പീരീഡ്സ് ഇല്ലാത്ത അവരുടെ ഒരു ഇതിനെ ഞാൻ സ്ത്രീ അല്ല എന്നല്ല പറഞ്ഞു. അല്ല എന്ന്, അതാണ് വിവാദമായത്. റിയ അങ്ങനെ ചിന്തിച്ചു എന്ന് സമൂഹവും ചിന്തിച്ചു. അതെ, ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ ഓൾറെഡി ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത് ഇപ്പോഴാണ് അത് കുറച്ചും കൂടി വിവാദമായത്. കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയ വളരെയധികം സജീവമാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ലോയിനെക്കാട്ടും കൂടുതൽ ജനങ്ങൾ വിശ്വസിക്കുന്നത് മീഡിയസിനെയാന്ന് തോന്നുന്നു. നമുക്ക് ആ ചോദ്യത്തിൽ തന്നെ വരാം. എന്നാണ് റിയക്ക് മനസ്സിലായത് എനിക്ക് പുരുഷന്റെ ശരീരവും സ്ത്രീയുടെ മനസ്സുമാണെന്ന്? 10-21 വയസ്സിലൊക്കെയാണ്. ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല അല്ലേ? അത്ര അല്ല, അന്ന് നമ്മൾ വീട്ടിൽ തന്നെയല്ലേ, വീട്ടിൽ കുട്ടിയായിട്ട്, അല്ലെങ്കിൽ നമ്മൾ പുരുഷൻ്റെ ടീഷർട്ടും പാൻറ്റും ഇതൊക്കെ വീട്ടുകാർ തന്നെ ആ ഒരു രീതിയിൽ തന്നെ ഇട്ട് നടക്കുന്നു. നമ്മൾ കല്യാണത്തിന് വീട്ടിലും ചേട്ടന്മാരും ഉണ്ട്, അവര് ബൈക്കാണെ പഠിപ്പിക്കുന്നു, കാറാണെ പഠിപ്പിക്കുന്നു, അവർ കൊണ്ടുവന്ന് ഫുട്ബോൾ കളിക്കാനും ഒക്കെ കൊണ്ടുവന്ന് അത് ആളുടെ രൂപത്തിൽ തന്നെ നമ്മൾ ഇതാക്കി അങ്ങനെ നടക്കുന്നത്. അത് നമ്മുടെ ഒരു നല്ലൊരു സ്റ്റേജ്. നമ്മളിപ്പം ഒരു 20-23 വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് എന്ത് ജോബ് വേണം, അല്ലെങ്കിൽ നമ്മൾ എന്തായി മാറണം, ഇങ്ങനെയുള്ള കുറേ ചിന്തകൾ നമ്മളിലേക്ക് വരുന്നതല്ലേ. അപ്പം നമ്മൾ സ്വയം തിരിച്ചറിയാണ് നമ്മുടെ നമ്മൾ ഏതൊരു സിറ്റുവേഷനിലാണ് നമ്മൾ കടന്നു പോകുന്നത്. അല്ലെങ്കിൽ ഒരു പെണ്ണ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നാൽ അവളെ എങ്ങനെ നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റും. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയുന്ന സമയത്ത് ഇപ്പം ഈ സമൂഹം പറയും പോലെ ഞാൻ ഇതൊക്കെ ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അല്ല, ഇങ്ങനെയുള്ള കുട്ടികളായാലും ഒരുപക്ഷെ അത് തുറന്നു പറയാൻ മടിയുള്ള ഒരുപാട് പേര് ഇന്നും സമൂഹത്തിൽ ഉണ്ടാവും അല്ലേ. ഞാൻ അവിടെയാണ് റിയയെ ബഹുമാനിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം ആ ഒരു കാലഘട്ടം പെട്ടെന്നൊരു മാറ്റാണ് അല്ലേ സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും. തീർച്ചയായും ഇനി എനിക്ക് സ്ത്രീ എന്നൊരു വ്യക്തിത്വത്തിലേക്ക് മാറണമെന്ന ഉള്ളിലുള്ള ആ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ, അതൊരു വല്ലാത്തൊരു കാലഘട്ടം തന്നെ ആയിരുന്നില്ലേ? അതെ, തീർച്ചയായിട്ടും. അങ്ങനെ സ്ത്രീയായി മാറണം എന്നും അങ്ങനെ ഒരു ഇതായിട്ടൊന്നും മാറി അങ്ങനെയല്ല. നമ്മൾ ഓൾറെഡി അന്നത്തെ കാലത്ത് വിഗും വെച്ച് സാരി ഉടുത്ത് എന്താ പറയുക, ബ്രായും അതുപോലെ പാഡൊക്കെ വെച്ച് ഇങ്ങനെ നടക്കണം, അല്ലെങ്കിൽ സ്ത്രീനെ പോലെ ആവണം, അങ്ങനെ നടക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു ഇതിലേക്ക് അന്നത്തെ കാലത്ത് എന്താണ് ജെൻഡർ എന്നോ അല്ലെങ്കിൽ ഇതൊന്നും അറിയില്ല. നമുക്ക് ആ ഒരു പെൺ മനസ്സാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിന്ന് പെണ്ണിലേക്കായി മാറണം, അങ്ങനത്തെ ഒരു അതിൽ ഏത് ജെൻഡർ, ഏത് സെക്സ്, ഇതിനെക്കുറിച്ചൊന്നും ഒരു ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്കറിയാം, നമുക്ക് ഒരു നിമിഷം പോലും ഒരിക്കൽ പോലും ഒരു പെൺകുട്ടീനെ മറ്റൊരു രീതിയിൽ നമുക്ക് എന്താ പറയുക, ഒരു ഫ്രണ്ടായിട്ട് കാണാൻ, നല്ല ലവറായിട്ട്, അതൊക്കെ. പക്ഷെ ആ ഒരു സെക്സിലേക്ക് വരുന്ന രീതിയിലേക്ക്, അങ്ങനത്തെ രീതിയിലേക്ക് റിലേഷൻഷിപ്പ് വന്നപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. അതെ അല്ലേ, അങ്ങനത്തെ ഒരു ഇതിലേക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ നമ്മളെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് തോന്നി. അപ്പോൾ അതൊരു ഭംഗിയുള്ള പ്രണയമായിരുന്നില്ലേ? അതെ. നമുക്ക് ചില സമയത്ത് നമ്മുടെ ചില കുട്ടിക്കാലത്ത് നമുക്ക് പ്രണയിക്കുന്നത് വലിയൊരു അഭിമാനമായി തോന്നും. അതേമാതിരി നമ്മൾ ഇങ്ങനെ അല്ലേ, മറ്റുള്ളവരുടെ മുമ്പ് ഷൈൻ ചെയ്യാൻ ഒരു കുട്ടി ഉണ്ടാവുക, അല്ലെങ്കിൽ അവൾ നമ്മളെ കൈ പിടിച്ച് നടക്കുന്നത്, ഇതൊക്കെ ഇതാക്കുക. അപ്പോഴാണെങ്കിൽ കുണുങ്ങി നടക്കുകയാണെങ്കിൽ കണ്ടിട്ടുണ്ടോ ആ കുട്ടിയെ? ഇല്ല, പിന്നീട് കണ്ടിട്ടില്ല. ഇപ്പൊ പ്രണയം എങ്ങനെയാണ്? ഇപ്പൊ പ്രണയം ഒരുപാട് അഭ്യർത്ഥനകൾ വരുന്നുണ്ടാവുമല്ലോ അല്ലേ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എനിക്ക് അങ്ങനത്തെ ഇതൊന്നും ആറ്റിറ്റ്യൂഡ് കൊണ്ടോ എൻ്റെ ഒരു ക്യാരക്ടർ ബേസ് ചെയ്തിട്ട് ഇതൊക്കെ ആയിരിക്കാം.
അങ്ങനെയൊന്നും വരാറില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഒരുപാട് എത്രയോ നല്ല ട്രാൻസ് പേഴ്സൺസിന് നല്ല രീതിയിൽ പ്രണയങ്ങളും നല്ല രീതിയിൽ വിവാഹങ്ങളും ഒക്കെ ഇവർക്കൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ ഇത്രയൊക്കെ അല്ല, പ്രണയം തോന്നിയിട്ടില്ലേ? ഇഷ്ടം പോലെ. എനിക്ക് അതൊന്നും പറഞ്ഞു ചതിക്കല്ല. ചിലപ്പോൾ 8, 10 ഇപ്പൊ തന്നെ ലിസ്റ്റിൽ അങ്ങനെ ഉണ്ടാവും. നോർമൽ തുറന്ന് പറഞ്ഞിട്ടില്ല. അല്ല, നോർമൽ ചെറുതായിട്ട് സ്നേഹിക്കുന്ന കുറെ പേര്. ഒരു ആദ്യത്തെ 5 പേരുടെ പേര് പറഞ്ഞു. എന്തിനാണ് അവരുടെ ലൈഫ് ഞാൻ കോഞ്ഞാട്ടാക്കുന്നത്? അതൊന്നും വേണ്ട. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അനാഥരൊക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വന്ന് വീട്ടുകാർക്ക് കുഴപ്പമില്ല എങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു വിവാഹത്തിന്റെ വിവാഹത്തിനോട് എതിർപ്പില്ല അല്ലെ? വിവാഹത്തിനോട് എതിർപ്പില്ല. പക്ഷെ അതെനിക്ക് അവരുടെ ഒരു ഫാമിലിയൊക്കെ ഇൻക്ലൂഡ് ആകുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് അവരോട് അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഒരാൾ വരും റിയ. അങ്ങനെ വരട്ടെ. ഇനി നമുക്ക് വീണ്ടും ചോദ്യത്തിലേക്ക് വരാം. ഒരു ട്രാൻസ്ജെൻഡറിൽ നിന്നും ട്രാൻസ്സെക്ഷുവലിലേക്കുള്ള ഒരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ട് അല്ലേ? സർജറി, അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ. എങ്ങനെയാണ് ആ കാലഘട്ടത്തെ അഭിമുഖീകരിച്ചത്? അല്ലെങ്കിൽ സർജറി കഴിഞ്ഞിട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു റിയക്ക്? സർജറി നമ്മൾ ഓൾറെഡി നമ്മളെ ഡോക്ടറെ കാണിക്കും, ഇതെങ്ങനെയാണ് എന്താണെന്നുള്ളത് നോക്കും. അപ്പോൾ ഡോക്ടർ ഓൾറെഡി നമ്മുടെ ഹോർമോൺസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. നമ്മളിപ്പം മെയിൽ ഹോർമോൺസ് കൂടുതലും ലേഡീസ് ഹോർമോൺ കുറവായിരിക്കും. അപ്പോൾ എങ്കിൽ പോലും നമുക്ക് നമ്മുടെ നമ്മുടെ ഒരു അവസ്ഥയാണിത്. ഹോർമോൺസിൻ്റെയും ക്രോമസോമുകളുടെ ഇതിനെക്കാട്ടൊക്കെ ഉപരി നമ്മുടെ ഒരു അവസ്ഥയാണ് അത്. അപ്പോൾ ആ സമയത്ത് ഞാൻ റിനയിലായിരുന്നു സർജറി ഒക്കെ ചെയ്തത്. അപ്പോൾ ഡോക്ടറെ കണ്ടു. ഡോക്ടർ 1 വർഷത്തേക്കുള്ള നമുക്ക് പ്രൊസീജിയർ 1 വർഷം മുന്നേ തുടങ്ങി. അതെ, കുറച്ച് നാൾ നിന്നിട്ട് ആൾഡാക്ടോൺ നമ്മുടെ സ്പേം കുറച്ച് കുറയ്ക്കും. അതേമാതിരി തന്നെ നമ്മുടെ പ്രൊജ്നവ ലേഡീസിന്റെ ഹോർമോൺസുകൾ ഇതാക്കും. അപ്പൊ ഇതെന്ത് ചെയ്തും അതിനോട് കറക്റ്റ് ആക്കി. ഈ പ്രൊജ്നവ എല്ലാ ദിവസവും എടുക്കണോ? എങ്ങനെയാണ്? പ്രൊജ്നവ നമ്മള് പ്രൊജ്നവ ഡെയിലി നമ്മൾ കഴിക്കും. അപ്പൊ അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഏകദേശം ഒരു ബോഡി ഒന്ന് അതിന് ആപ്റ്റായി മാറും. പിന്നെ ശേഷം സർജറി എന്നുള്ളൊരു പ്രൊസീജിയറിലേക്ക് പോകും. അപ്പം ഇതിന് അവർ ആപ്റ്റ് അല്ല എങ്കിൽ അവർക്ക് സർജറി അവർ ഫെയിലായിരിക്കും. അവർ സൂസൈഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അവർക്ക് ഡിപ്രഷൻ വരും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. കാരണം അവരുടെ മാനസികാവസ്ഥ പക്ക അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന. കാരണം അവർ ഇപ്പം നിസ്സാരം പറയുകയാണെങ്കിൽ പുറത്തൊരു മൂത്രം ഒഴിക്കണം എന്ന് പറയുമ്പോൾ ജസ്റ്റ് സിബ് തുറന്ന് പുറത്തേക്ക് വയ്ക്കാൻ പറ്റുന്ന സാഹചര്യമാണ് പണ്ടുണ്ടായിരുന്നത്. ആ സാഹചര്യത്തിന് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് അതിനോട് യോജിച്ച് പോകാൻ പറ്റാത്ത, അല്ലെങ്കിൽ ആ ഒരു സ്ത്രീനെ എന്നോട് ചോദിക്കാറുണ്ട്. എൻ്റെ ഒരു കൂടെ പഠിച്ച കഴിഞ്ഞ ദിവസം കൂടെ ഞങ്ങൾ വിളിച്ചപ്പം പുള്ളിക്കാരൻ ഡാൻസ് കളിച്ച് ഇങ്ങനെ ഒരു ട്രെയിനതൊക്കെയുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ട്രാൻസ്ജെൻഡറാന്നൊന്നും പറയുകയോ ഇതാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എങ്ങനെയാണ് റിയ നമ്മൾ ആ ഡാൻസ് കളിക്കുന്ന സമയത്ത് സാരി എടുത്ത് നിൽക്കാൻ തന്നെയൊക്കെ പറ്റും. പക്ഷെ എങ്ങനെയാണ് നീ ഇതിനോട് യോജിക്കുന്നത്, എങ്ങനെ ഇതിനെടുത്ത് പോകുന്നത്? അത് ഞാൻ പല പ്രാവശ്യം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് പോലും പറ്റുന്നില്ല അത് എന്ന് പറയാറുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ ചിലവൊക്കെ? സർജറി ഒക്കെ ആയിരുന്നു റിനയിൽ എനിക്ക്. അപ്പം അത്ര വലിയ എമൗണ്ട് ഒന്നും, പക്ഷെ ഇന്നൊക്കെ അത് വലിയൊരു എമൗണ്ട് ആണ്. പക്ഷെ എന്തായാലും ഞാൻ ഹാപ്പിയാണ്. സർജറി ചെയ്തതിലും ബോഡിയിലും അതിനെക്കുറിച്ചൊരു ബുദ്ധിമുട്ടോ ഒന്നും. ഒരുപാട് പേർക്ക് അത്തരത്തിലുള്ള ഒരു സംശയം ഉണ്ടാവും. ഇത് സർജറി കഴിഞ്ഞിട്ട് എങ്ങനെയാണ് നമ്മുടെ ബോഡി അതിന് റിയാക്ട് ചെയ്യുന്നത്? പിന്നെ എല്ലാവർക്കും ഉണ്ടാകുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ. എനിക്കിപ്പോൾ എന്നെ സംബന്ധിച്ച് രാവിലെ നമ്മൾ ഇന്നേഴ്സ് ഒന്നും ഇട്ടില്ലെങ്കിൽ ജസ്റ്റ് യൂറിൻ ഔട്ടായി പോകുന്ന ആ രീതിയിലുള്ളതുണ്ട്. അത് അല്ലാതെ അങ്ങനത്തെ ചില ലേഡീസിനും ഉണ്ടല്ലോ, ഒന്ന് ചുമച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ യൂറിൻ പോകുന്നതും അങ്ങനത്തെ ഒക്കെ ഇതുണ്ട്. അങ്ങനത്തെയൊക്കെ സാധാരണ ഒരുപക്ഷെ മനസ്സിനനുസരിച്ച് ശരീരം മാറിയാലേ ഒരു യഥാർത്ഥ സ്ത്രീ ആവുള്ളൂ അല്ലേ? അതെ, തീർച്ചയായിട്ടും. നമ്മുടേത് എന്താ വെച്ചാൽ ശരീരം എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ട്, മനസ്സ് മാത്രം ഇങ്ങനെയായി നിൽക്കുകയാണ്. അത് നമ്മൾ എവിടെ കൊണ്ടുപോയിട്ട് ചികിത്സിച്ചിട്ടും കാര്യമില്ല. അതിനോടനുബന്ധിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ സർജറി കഴിഞ്ഞാൽ 40 ദിവസം കഴിഞ്ഞിട്ട് ഒരുപാട് ചടങ്ങുകളുണ്ട്. ജൽസ, മെഹന്തി എന്നൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ 40 ദിവസം കഴിഞ്ഞിട്ടേ കണ്ണാടി നോക്കുള്ളൂ. അത് കഴിഞ്ഞൊരു പച്ച സാരി ഉടുത്ത് പാൽക്കുടം എന്തി ഒരു യാത്രയുണ്ട്. അത് കഴിഞ്ഞ് ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് താലിമാല വാങ്ങണം. ഇങ്ങനെ ഒരുപാട് ചടങ്ങുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സത്യത്തിൽ എനിക്കറിയുന്നതിനെക്കാട്ടും കൂടുതൽ അറിയാലോ. എനിക്കിതൊന്നും അറിയില്ല. കാരണം ഞാനിങ്ങനത്തെ അത്തരത്തിലുള്ള ചടങ്ങുകളൊന്നും എടുത്തിട്ടില്ല. ഞാൻ അതാണ് ഞാൻ ആദ്യം ചോദിച്ച ഒരു ക്വസ്റ്റ്യനിലേക്ക് മടങ്ങിപ്പോകാം. നമുക്ക് ട്രാൻസ് കമ്മ്യൂണിറ്റി വേണ്ടത്ര സപ്പോർട്ട് തന്നില്ല എന്ന് റിയക്ക് തോന്നിയിട്ടുണ്ടോ? അല്ല, ഞാൻ ആ കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനത്തെ ചടങ്ങുകൾക്കും അല്ലെങ്കിൽ ഒരു അമ്മ എന്ന് ഒരാളെ വിളിക്കുകയും അങ്ങനെ നടക്കില്ല. എൻ്റെ സർജറി കഴിഞ്ഞു 10-40 ദിവസം കഴിഞ്ഞു പെരിന്തൽമണ്ണ ഒരു അനാഥാലയത്തിൽ 20 പേർക്ക് ഫുഡ് കൊടുത്ത് അവിടെ ചടങ്ങ് അവസാനിപ്പിച്ചു.
ആരാ അപ്പോൾ കൂട്ടിനുണ്ടായിരുന്നു? അതെൻ്റെ ക്ലോസ് നമ്മുടെ 6 ജെൻഡേഴ്സ് ആയിട്ടുള്ള മേരി ആണെങ്കിലും ഡില്ല, അങ്ങനെ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ അവരൊക്കെ തന്നെയാണ് സപ്പോർട്ട് ചെയ്ത് നല്ല. എനിക്ക് തോന്നുന്നു ഇതൊക്കെ കുറച്ച് നോർത്ത് ഇന്ത്യൻ കൾച്ചറാണോ? നമ്മുടെ തമിഴ്നാട്, ചെന്നൈ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ അവരുടെ ഒരു എന്താണ് ആചാരങ്ങളാണത്. ഇത് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ ഞാൻ പറയുന്നു, എനിക്ക് ഇപ്പം ഞാൻ പറയട്ടെ, ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും അവരതിൻ്റേതായിട്ടുള്ള ചട്ടങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അത് ചെയ്യുമ്പോൾ നമുക്കതൊരു അതിലേക്കൊരു വിശ്വാസം നമ്മളിൽ ഉള്ളിലേക്ക് വരും. ഇപ്പോൾ മുസ്ലിംസിലാണെങ്കിലും എന്ത് ഫേക്കോ എന്തോ ആട്ടെ, പക്ഷേ മുസ്ലിംസിൻ്റെ ആ കുറേ ഖുറാനും കാര്യങ്ങളും അതേമാതിരി ഹിന്ദുസിൻ്റെ ആണെങ്കിലും ക്രിസ്ത്യൻസിൻ്റെ ഒക്കെ പഠിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ കുറച്ച് പേര് എന്തൊക്കെയോ ഒരു ദേവിയുടെ ഫോട്ടോ വെക്കുന്നു, അതിൻ്റെ കുറച്ച് മാല ഇടുന്നു, അതുപോലെ തന്നെ കുറച്ച് ഇത് കാണിക്കുന്നു, അത് ഇങ്ങനെ ചെയ്യുന്നു. പക്ഷേ ഇതൊരാരും എവിടെ നിന്നോ എങ്ങനെയൊന്നുമുള്ള ഈ പൂജ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ വ്യക്തമായിട്ട് ഒരു സർജറി പോലും ചെയ്യാത്ത ആൾക്കാർ കൊണ്ടുപോയിട്ട് പൂജയൊക്കെ ചെയ്തിട്ട്. ഇതൊരു ആചാരമല്ല, റെഡിമെയ്ഡ് ആയിട്ടുണ്ടായ ഒരു കൾച്ചറാണ് വേണമെങ്കിൽ പറയാം. അപ്പൊ അതിനെക്കുറിച്ച് ചിലപ്പോൾ ഇവർക്ക് ഈ ഹിജറ കൾച്ചറിൽ ഉണ്ടാകുന്നത് അത് ഹിജറ പണ്ടത്തെ പൊതുവെ മറ്റ് ഹിജറകൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അവർ പണ്ട് ഇങ്ങനെ ആകുക എന്ന് പറഞ്ഞാൽ ഒറ്റ വെട്ടിന് മഞ്ഞൾ തേച്ച് പൊത്തി അങ്ങനെയാണ് അവരുടെ ഞാൻ വായിച്ചിട്ടുണ്ട്, അങ്ങനെയാണ് അവർ ചെയ്തിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇതിൽ ശാസ്ത്രീയമായ ഒരു രീതിയിലായിരുന്നു. അപ്പൊ അങ്ങനത്തെ രീതിയിൽ അവർക്ക് അതിന്റെ കുറേ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയുന്ന ആൾക്കാരാണ് അങ്ങനെ. അപ്പം അവരൊക്കെ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞ് അത് കാര്യങ്ങൾ കൊണ്ടുവന്ന് അവരുടെ രീതിയും അവരുടെ ആ ഒരു ഇത് നമുക്കിതാ. പക്ഷെ അത് കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതെനിക്കൊരു കോപ്പറാട്ടിത്തരായിട്ടാണ് തോന്നാറ്. അവരാ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഒരു അത് കാണുമ്പോൾ നമുക്ക് ഇത് തോന്നുന്നു. ഇവിടെ നമുക്കത് അങ്ങനെയായിട്ട് ഫീൽ ചെയ്യുന്നു. അതാണ് ഞാനത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. കുറെ ഹിന്ദി കൾച്ചർ ഉണ്ടായില്ലേ, അതായത് ബന്ധത്തിന് റിസ്ത എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ? അങ്ങനെ കുറച്ച് റിസ്ത, ഗുരുവിനും അങ്ങനെ ഒരു പേരുണ്ട്. അപ്പൊ ഗുരുവിന്റെ താമസ സ്ഥലത്തെ സത്ലം എന്ന് പറയുന്ന ഗുരുവെ കാലം തന്നെ നമുക്കട്ടെ, എനിക്കിതൊന്നും അറിയില്ല. ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? ഞാൻ വായിച്ചെടുത്തതാണ്. അതാ ഞാൻ പറഞ്ഞു, ഞാനത് ദക്ഷിണ വെച്ചിട്ട് അവിടെ നിന്ന് കുറെ കാര്യങ്ങളൊന്ന് പഠിച്ചെടുക്കട്ടെ, എനിക്കറിയില്ല ഇതൊന്നും. അതാ ഞാൻ പറഞ്ഞത്, നോർത്തിന്റെ കുറെ കൾച്ചർ ഇപ്പൊ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ജെൻഡർ സമൂഹത്തില് ആത്മഹത്യാ നിരക്കും ഇല്ല ട്രാൻസ്ജെൻഡർ സമൂഹത്തിലെ ആത്മഹത്യാ നിരക്കും ആത്മഹത്യാ പ്രവണതയും കൂടുതലാണ്. ഏകദേശം കണക്ക് നോക്കുകയാണെങ്കിൽ 31% മരണം ഉണ്ടായിട്ടുണ്ട്, ആത്മഹത്യ ഉണ്ടായിട്ടുണ്ട്. 20 വയസ്സിനുള്ളിലുള്ളവർ തന്നെ 51% ഒരു പ്രാവശ്യമെങ്കിലും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആത്മഹത്യകൾ കൂടുന്നത്? എന്താണ് തോന്നുന്നത്? ഇല്ല, എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ജീവിക്കാൻ വഴിയില്ലാത്തതിന്റെ മാത്രമായിരിക്കും പുറത്താക്കപ്പെടുന്നു. അവർക്ക് അവരുടെ മൈൻഡ് എന്താണെന്നും ഏതാണെന്നും അവർക്ക് കറക്റ്റായിട്ട് അറിയാം. എന്നിട്ട് അതിലേക്ക് അവർ മാറുന്നു. പിന്നീട് അവർക്ക് പല ഭാഗത്തു നിന്നുള്ള പ്രഷറും പിന്നെ സർജറി ചിലപ്പം കംപ്ലീറ്റ് ചെയ്തിട്ട് ഫെയിലായവരും അങ്ങനെ പല ബുദ്ധിമുട്ടുകളും തരണം ചെയ്യുമ്പോൾ നമുക്ക് മെന്റലി ഭയങ്കരമായിട്ട് ഇത് വരുന്നത് അങ്ങനെയൊക്കെ കാരണം. പ്രവീൺ നാഥിന്റെ ഒക്കെ മരണം, പ്രവീൺ നാഥൊക്കെ അതൊക്കെ ശരിക്ക് ആ പ്രവീൺ നാഥിന്റെ കുട്ടി ഞാൻ വളർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊച്ചിനെ ഞാനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് സർജറിക്ക് കൊണ്ടുപോകും. അപ്പോഴേ ഞാൻ പറയാറുണ്ട് എന്നെ അമ്മയായിട്ടും അങ്ങനെയൊന്നും കാണുക. പക്ഷെ അതങ്ങനെ കാണുന്നത്. പക്ഷെ ഞാൻ പറയും എനിക്ക് അങ്ങനെയൊന്നും വേണ്ട, കൂടപ്പിറപ്പ് എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി എന്നുള്ളതാണ്. അപ്പം ആ കൊച്ചിൻ്റെ സർജറിക്ക് സമയത്തും അതിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട സമയത്ത് ഞാനാണ് ഒരാളെങ്കിൽ ഒരാൾ രക്ഷപ്പെടുത്താന്നുള്ള രീതിയിൽ ഞാനാണ് കൂടെ കൊണ്ടത്. ബ്രസ്റ്റ് സർജറിയും ഡൗൺ സർജറിയും. അപ്പോൾ കല്യാണത്തിന് അവൾ ഈ പറഞ്ഞ മാതിരി അവൾക്ക് പൂജ ചെയ്യണമെന്ന് പറഞ്ഞപ്പം അവൾക്ക് എന്താ പൂജ ചെയ്യണമെന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആ കൾച്ചർ വേണ്ട, അങ്ങനെയാണ് അതിനോട് താല്പര്യമില്ല എന്നാണ്. അങ്ങനെ ആ കുട്ടി വേറൊരാളെ അമ്മയാക്കിയെടുത്തു. അങ്ങനെ അമ്മയാക്കിയെടുത്ത് അവരവിടെ പൂജയൊക്കെ നടത്തി ചെയ്തു. പിന്നെ കല്യാണത്തിന് നോർമൽ ഞാനിപ്പോൾ അവളാണല്ലോ അങ്ങനത്തെ ഒരു അപ്പം ഞാൻ കല്യാണത്തിന് വെറുതെ ചെന്നു. പക്ഷേ ആ കുട്ടിയുടെ താലി എടുത്ത് കൊടുക്കാനുള്ള ഭാഗ്യം എനിക്കാണ് കിട്ടിയത്. അവിടെ അവർക്ക് എന്തോ കാരണം കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാനാണ് എടുത്ത് കൊടുത്തത്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് പിന്നീട് അവർ ഇങ്ങനെ നല്ല ഭയങ്കര രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ടോക്സിക് പ്രണയമായിരുന്നു അത് കുറച്ച് അധികം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇവരുടെ പ്രണയത്തിനൊക്കെ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ സംഭവിച്ചതാണ്. അതിൽ പ്രവീണൊക്കെ മരിച്ചത്. പ്രവീൺ ചിലപ്പം ഭയങ്കര ദുർബലമായിട്ടുള്ള മനസ്സൊക്കെ കൊണ്ട് എന്താ പറയാ ഞാൻ പറഞ്ഞത് അങ്ങനെ മലപ്പുറത്തും ഒരു കലീമാന്നോ എന്തോ അല്ലേ അങ്ങനെ ഇപ്പം
ഇപ്പൊ അവർക്ക് എന്ന് വെച്ചാൽ കുറച്ചൊക്കെ ഇങ്ങനത്തെ എത്ര ഈ സർജറിയുടെയും അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഇതിന്റെയൊക്കെ ഒരുപാട് സഹിക്കുന്ന സമയത്ത് അപ്പൊ ആദ്യം ഇതൊന്നും ചിന്തിക്കാണ്ടായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നെ സഹിക്കാൻ പറ്റാത്ത പലരുടെയും മൈൻഡല്ലേ, അപ്പം സ്വാഭാവികമായിട്ടും അവരങ്ങനെ സൂസൈഡിലേക്ക് പോകുന്നതായിരിക്കാം. ഞാൻ ഇതിൽ നിന്നൊരു ചോദ്യത്തിലേക്ക് വരാം റിയ. സെക്സ് വർക്കിനെ ഒരു ജോലിയായിട്ടാണോ കാണുന്നത്? എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇത് മിക്കവാറും എന്നെ പൊങ്കാല ഇടിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കാരണം എൻ്റെ ഉള്ളിലുള്ള ഇപ്പം ഞാൻ വെട്ടി തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വിഭാഗം ആൾക്കാർ, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അല്ലെങ്കിൽ ട്രാൻസ് ആണെങ്കിലും ഒക്കെ ഇതിനൊരു വർക്കായിട്ട് കാണുന്ന ആൾക്കാർ ഉണ്ട്. അപ്പം അതിനെതിരായിട്ട് ഇപ്പം ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ മിക്കവാറും പൊങ്കാല വരും, അതുറപ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ സെക്സ് വർക്ക് എന്ന് പറയുമ്പം നമുക്ക്, എന്നെ സംബന്ധിച്ച് ഈ സെക്സ് വർക്ക് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ പണ്ട് പറയാറുണ്ട് ഈ തമ്പ്രാക്കന്മാരുടെയൊക്കെ കാലത്ത് നമ്മൾ ഏറ്റവും നല്ല രസം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് എന്താ, കാമരസം എന്നാണ്. അപ്പം അതാണ്. അപ്പം ദേവിമാരുടെ കഥയിൽ പോലും ഉണ്ട് കാമരസം എന്ന് പറയുന്നത്. അപ്പം അതിനെങ്ങനെയാണ് കാണുന്നത്, അത് ആ കാമത്തെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ രസിച്ചുകൊണ്ട് സെക്സിൽ ഏർപ്പെടുന്നതാണ് അല്ലേ. അപ്പാണ് അത് സെക്സ് എന്നുള്ള രീതിയിൽ അതിനൊരു ഇത് വരുന്നത്. എന്ത് സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നതാണ്, പക്ഷെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ആ ഒരു രീതി. അപ്പം അതിനെ ഒരു ജോലിയായിട്ട് കാണണം എന്ന് ഞാൻ പറയില്ല. പക്ഷേ ട്രാൻസിൽ കൂടുതലും ആ ജോലിയല്ല, പക്ഷെ അത് അവരുടെ നിവർത്തികേടാണ്. അപ്പൊ ആ പിന്നെ നമ്മൾ അതിനെ കുറ്റം പറഞ്ഞിട്ടോ തള്ളിക്കളഞ്ഞിട്ടോ കാര്യമുണ്ടോ? ഒരു നിവൃത്തികേട് കൊണ്ടല്ലേ അവരങ്ങനെ ആവണം. പക്ഷെ അതെന്താണെങ്കിലും ഇപ്പൊ ഞാൻ പറയട്ടെ, അതിനൊക്കെ നമുക്ക് മാറ്റം വരുത്താം. അപ്പം ഒരു 10 പേരുണ്ടെങ്കിൽ 10 പേരിൽ ഒരു 5 പേര് ചിലപ്പം അവരെന്ത് ചെയ്തിട്ട് നിവർത്തികേട് കൊണ്ടായിരിക്കാം. 5 പേര് ഇഷ്ടം കൊണ്ട് എനിക്ക് ഇതാണ് നല്ല ഇഷ്ടം ജോബ് എന്ന് പറഞ്ഞിട്ട് ആഗ്രഹിക്കുന്നതായിരിക്കും. പക്ഷെ ഈ പറയുന്ന ആൾക്കാരൊന്നും പബ്ലിക്കിൽ ഇപ്പോൾ 1-2 ജമീലിനെ പോലെയുള്ള കുറച്ച് പേര് മാത്രമാണ് ഇത് പബ്ലിക്കിൽ ഞങ്ങൾ സെക്സ് വർക്കേഴ്സ്. അതും പുള്ളിക്കാരത്തി പറയാൻ തുടങ്ങിയിട്ട് വളരെ കുറഞ്ഞ കാലമായിട്ടുള്ളൂ തോന്നുന്നു അല്ലേ. ഇപ്പൊ അടുത്തല്ലേ അതൊക്കെ വെളിപ്പെടുത്തി കുറച്ച് സമയത്താണ്. പക്ഷെ നമ്മൾ ആ ചെയ്യുന്ന കാലഘട്ടത്തിൽ ഓൾറെഡി നമ്മളത് ഇന്നതാന്നും പറഞ്ഞിട്ട് ഇറങ്ങാൻ ചാൻസ് ഇല്ല. ഇറങ്ങും. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളൊരു ജോലിക്ക് പോകുന്ന, ഒരു ഓഫീസിൽ പോകുന്നു പറഞ്ഞ മാതിരി നമ്മൾ ഇറങ്ങുമോ? തീർച്ചയായിട്ടും സമൂഹം എത്ര മാറിയാലും അത് അംഗീകരിച്ചിട്ടില്ല ഇതുവരെ. അതെ, ഒരു അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ പറയാൻ പറ്റുന്ന ഒരു ജോലിയല്ല അത് സെക്സ് വർക്ക് എന്ന് പറയുന്നത്. അപ്പം അതിനെങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഉള്ളോണ്ട് എൻ്റെ അഭിപ്രായം ഞാൻ പറയാം, അതിന് വർക്കായിട്ട്. പക്ഷെ ഈ നിവർത്തികേട് കൊണ്ട് വരുന്ന ആൾക്കാരെയൊക്കെ ഗവൺമെന്റ് ആയിട്ട് ഇപ്പൊ ട്രാൻസ് പേഴ്സൺസിന് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഗവൺമെന്റിന്. ഇവരുടെ സർജറിയുടെ കാര്യത്തിലാണെങ്കിലും, ഇവർക്കൊരു പാർപ്പിടമാണെങ്കിലും, ഇവർക്കൊരു റേഷൻ ആണെങ്കിലും, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ ഇടപെട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ എത്തിച്ച് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, അപ്പോൾ കുറേ പേര് സെക്സ് വർക്ക് എന്നുള്ള രീതിയിൽ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ ചെയ്തോട്ടെ. അപ്പം അത് ആ ഒരു രീതി അവരെ ഒന്ന് ബ്ലോക്ക് ചെയ്ത് കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ അവിടെ ആ സെക്സ് വർക്ക് എന്നുള്ളത് മാറിക്കിട്ടും. അതാണ് ഞാൻ ചോദിച്ച ചോദ്യം. അതാണ്, ഒരു സെക്സ് വർക്ക് എന്നൊരു കാര്യം കൊണ്ട് കൂടുതൽ പേരും ആത്മഹത്യയിലേക്ക് പോയിട്ടുണ്ടോ ഈ രംഗത്ത്? സെക്സ് വർക്ക് കൊണ്ട് ആത്മഹത്യയിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം അങ്ങനെ ഉണ്ടാവുമോ? അവർക്ക് ജീവിക്കാൻ കഴിയാത്ത എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് ചിലപ്പം പോവാന്നല്ലാതെ ട്രാൻസ് പേഴ്സൺസ് സെക്സ് വർക്ക് കൊണ്ട് ഇതാവുന്നില്ല. അതൊരു എൻജോയ് ചെയ്തിട്ട് ഓൾറെഡി നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് എന്നെ ജീവിക്കുന്ന ഒരു സാധനം തന്നെയാണ് അത്. അപ്പം അതുകൊണ്ട് സെക്സ് വർക്ക് കൊണ്ടല്ല. പിന്നെ കുറേ പേര് ഇതിന് മാറണം എന്നുണ്ടെങ്കിലും പക്ഷെ അവരുടെ സർജറിയുടെ അതിനൊക്കെ മാറ്റം വരുത്താൻ ഗവൺമെന്റിനൊക്കെയാണ് കഴിയുള്ളൂ. റിയ വിചാരിച്ചാൽ കുറച്ചും കൂടി മാറ്റങ്ങൾ അതെങ്ങനെ? അതിന് ഞാൻ ഉദ്ദേശിച്ചത് റിയക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ ഒരവസരം വരികയാണ്. കൊതിപ്പിക്കല്ലേ വെറുതെ. അല്ല, റിയ എന്ത് ചെയ്യും? ആദ്യം എന്ത് ചെയ്യും? ഞാനത് അത് ട്രാൻസ്ജെൻഡേഴ്സ് എന്നുള്ളതോ അല്ലെങ്കിൽ ഇന്നതൊന്നുമല്ല. ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പം സ്ത്രീകളുടെ ഒരു മാനസികാവസ്ഥ ഇപ്പോൾ ട്രാൻസ്ജെൻഡർ എന്നുള്ള രീതിയിൽ കുറേയൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഒരു പുരുഷന് മനസ്സിലാക്കാൻ പറ്റില്ല, ഏറെക്കുറെ മനസ്സിലാക്കാൻ പറ്റില്ല. അതേ സമയത്തിൻ്റെ ട്രാൻസ് പേഴ്സൺസിൻ്റെ ഒരു മാനസികാവസ്ഥ സ്ത്രീകൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, പുരുഷന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് ഓരോ കാര്യങ്ങൾക്കും സെപ്പറേറ്റ് ആയിട്ട്
ഓരോ മേഖലയിലും ഇവരെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സെക്സ് വർക്കിൻ്റെ അതിനൊരു ടീമിനെ തന്നെ നിയമിക്കുക ഓരോ ജില്ലകളിലും. ഇങ്ങനെ സെക്സ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അത് ശരിക്കും മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് അവരതിലേക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണോ, ഇനി അവരുടെ എന്താണ് ബുദ്ധിമുട്ടുകൾ, എന്തൊക്കെയാണ് അവരുടെ ബാക്ക് ഇങ്ങനത്തൊക്കെ ഉള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്ത് അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. അതാ ഞാൻ പറഞ്ഞത്, സമരങ്ങൾക്ക് മുന്നിൽ നിന്നൊരാളാണ് അല്ലേ, മലപ്പുറത്ത് ശൗചാലയം കൊണ്ടുവന്ന ഒരാളാണ്. അതെ. അപ്പൊ തീർച്ചയായിട്ടും ഉള്ളിന്റെ ഉള്ളിൽ എന്തായാലും എനിക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും എന്നൊരു തോന്നിച്ചുണ്ടാവും അല്ലേ? അതാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്. മുഖ്യമന്ത്രി ആയാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? അത് സമരം കൊണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, നമ്മുടെ വേവിൽ നമ്മുടെ നടത്തത്തിൽ നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് അതൊക്കെ. എന്നെ സംബന്ധിച്ച് മന്ത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ താഴ്ന്ന ആൾക്കാർ, ഞാൻ ചില സമയത്ത് ഞാൻ ചിന്തിച്ചു വെക്കാറുണ്ട് ഇങ്ങനെ, ഈ ഒരു ചെറിയൊരു കൗൺസിലർ ആവുകയാണെങ്കിൽ പോലും ആ വലിയ പണക്കാരുടെ വീട്ടിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് മറ്റു പാവപ്പെട്ടവരെ എത്തിക്കാനും അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. അതുപോലെ തന്നെ സമൂഹത്തിൽ സെക്സ് വർക്കേഴ്സിനെ അവർ എന്താണെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് അവരിലേക്ക് എത്തി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതല്ല, എന്തും ചെയ്യാം എന്നുള്ളതാണ്. സ്വന്തമായിട്ട് ഒരു ബിസിനസ് സംരംഭം ഉണ്ട് അല്ലേ, ഒരു മോഡലിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. മോഡലിങ്ങിൽ ബോയ്സിന് കടന്നു വരാൻ കുറേ ബുദ്ധിമുട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. സാധാരണ നമ്മൾ കേൾക്കൽ സ്ത്രീകൾക്കാണ് എല്ലായിടത്തും കടന്നു വരാൻ ബുദ്ധിമുട്ട്. ഇവിടെ പക്ഷേ ബോയ്സിനാണ്, അല്ലെങ്കിൽ പുരുഷന്മാർക്കാണ്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, എനിക്ക് തോന്നുന്നു മോഡലിംഗ് ബർത്ത് മോഡലിംഗ് ഫിസിക്കൊക്കെ ഉള്ള കുറേ ആൾക്കാരുണ്ട്. പക്ഷെ അവർക്കൊരു ട്രെയിനിങ് കൊടുത്ത് മോഡലിങ്ങിലേക്ക് എത്തിക്കും. പക്ഷെ അവരെത്തി മോഡലിൻ്റെ ആഗ്രഹവും കൊണ്ട് അവർ നടക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഹെറ്ററോസെക്ഷൽസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ചിലപ്പോൾ മിക്ക ആൾക്കാരും എന്ത് ചെയ്യുന്ന ഗേസോ ബൈസെക്ഷൽസോ ഒക്കെ ആയിരിക്കും ഇവരുടെ കൊറിയോഗ്രാഫേഴ്സ്. അപ്പോൾ കൊറിയോഗ്രാഫേഴ്സ് ഇവരെ നേരെ എന്ത് ചെയ്യും, മോഡലിങ്ങിലേക്ക് ഇവരെ സമീപിക്കുന്ന സമയത്ത് ഇവരുടെ ഹോട്ടലിലേക്ക് വിളിക്കുന്നു. ഇവർ ഹോട്ടലിലേക്ക് റൂമിലേക്ക് ചെല്ലുന്നു. ആ റൂമിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്നേഴ്സിൻ്റെ ഷോ ഇതാണെന്ന് പറയുന്നു. അങ്ങനെ അവരെ കൊണ്ട് ഷർട്ട് ഒരുപ്പിക്കുന്നു, പാൻറ് ഒരുപ്പിക്കുന്നു, ഇന്നറിൽ നിൽക്കാൻ പറയുന്നു, അങ്ങനെ ഫോട്ടോസ് എടുക്കുന്നു. പിന്നെ അവരെ വേറെ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നു. ആ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവർക്ക് അതിനൊരു താല്പര്യം ഇല്ലാണ്ട് എന്ത് ചെയ്യുന്നു, പിന്നെ അവരെ മോഡലിങ്ങിലേക്ക് വളർത്താണ്ടാക്കുന്നു. പെൺകുട്ടികൾ അനുഭവിക്കുന്ന അതേപോലെ തന്നെ ആൺകുട്ടികൾക്കുണ്ട്. കാരണം ഇതിന്റെയൊക്കെ മേലിൽ നിൽക്കുന്ന ആൾക്കാർ ഒന്നുമില്ല ബൈസെക്ഷൽസ് അല്ലെങ്കിൽ ഗേസ്, അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇതിന്റെ കൊറിയോഗ്രാഫേഴ്സും അല്ലെങ്കിൽ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവാം. അപ്പൊ ഇതിനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, സാധാ ഹൈട്രോസെക്ഷൽ ആയിട്ടുള്ള ഒരാൾക്ക് സ്വാഭാവികമായിട്ട് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ അവരുടെ മോഡലിങ്ങിനെ അവിടെ തളയിടുവാണ്. പിന്നെ അവർക്ക് അതിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ആൺകുട്ടികൾക്ക് കടന്നു വരാൻ ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയാണ് മോഡലിംഗ് എന്നാണ്. മേഖല എന്നുള്ളതല്ല, അവര് അങ്ങനെ ബുദ്ധിമുട്ട് എന്ന് പറയത്തില്ല. ഇത് ഇതൊരു ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ നമുക്ക് പിന്നെ അവരെ ഒരു ഷോസിന് വിളിക്കുവോ അല്ലെങ്കിൽ ഒരു ആഡിന് വിളിക്കുവോ എന്നില്ല. പിന്നെ ഏതെങ്കിലുമൊക്കെ ഒരു വഴിയിൽ അവർ എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് പിന്നെ ചിലപ്പോൾ ആക്ടിങ്ങിലൂടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ ഷൂട്ടുകൾ ചെയ്ത് അതിൽ നിന്ന് എന്ത് ചെയ്തിട്ട് പെട്ടെന്ന് ഫോട്ടോസ് കണ്ട് അവരതിലേക്ക് എത്തി, അങ്ങനെയൊക്കെയാണ് എത്തുന്നത്. കാരണം ഒരുപാട് ഫ്രണ്ട്സുകളൊക്കെ എനിക്കുണ്ട്, അവരൊക്കെ ഇങ്ങനെ പറയാറുണ്ട് ഇങ്ങനത്തെ രീതിയിൽ. കാരണം റിയൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഞങ്ങൾ സേഫാണ്, അല്ലെങ്കിൽ ബാക്കി നമുക്ക് ഇതാവുന്നില്ല. അതാണ് സ്വന്തമായിട്ടൊരു സ്ഥാപനം നമുക്ക് മോഡലിങ്ങിലേക്കുള്ള ഒരു ഇത് കൊണ്ടുവന്നത്. അപ്പം പിന്നെ അതുപോലെ തന്നെ മോഡലിംഗ് എന്ന് പറയുന്നത് ഇവിടെ എല്ലാവരും കുറേ ഡ്രാമ, ഇപ്പോൾ റാമ്പ് ആണെങ്കിലും ചെറിയ കുട്ടികളെ വെറുതെ ഇട്ടിട്ട് എന്തൊക്കെയോ കൈ കൊണ്ടിട്ട് കാട്ടിക്കിട്ടുന്നു, ഇങ്ങനെ ഡ്രാമ ആയിട്ടാണ്. ശരിക്കും മോഡലിംഗ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും മോഡൽസിനെ സെയിൽ ചെയ്യുന്നു അല്ലെങ്കിൽ കോസ്റ്റ്യൂം സെയിൽ ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ശരിക്കും ഒരു മോഡലിംഗ് റാമ്പും അതുപോലെയൊക്കെ ചെയ്യുന്നത്. അതിനൊരു പ്രത്യേകമായിട്ടുള്ളൊരു, ഞാൻ ഇപ്പോൾ ഇവർ പറഞ്ഞ മാതിരിയുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് പറയല്ല, ഡാൻസിൻ്റെ അത് പറഞ്ഞ മാതിരിയല്ല. പക്ഷെ മോഡലിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രൊഫഷനാണ്. അതിന് നമ്മൾ താഴേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ അതിന് ചെറിയൊരു റാമ്പ് ഇട്ടിട്ടും അല്ലെങ്കിൽ അവിടെ കാട്ടിക്കൂട്ടുന്ന ഇതല്ല. ഇത് പക്ക പ്രൊഫഷനാണ്. പക്ക പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കോസ്റ്റ്യൂം സെയിൽ ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവർ ഇതാണ് ഒരു കമ്പനി റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഡിസൈനറുടെയൊക്കെ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നമ്മൾ ഞങ്ങൾക്ക് അതിന് ആഗ്രഹമില്ലേ, ഞങ്ങൾക്ക് ഇതിനില്ലേ, ഞങ്ങളുടെ ശരീരം. പക്ഷെ അത് ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറയണ നിനക്ക് ആഗ്രഹമുണ്ട് നിന്നെ ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് ഇവിടെ കാര്യങ്ങൾ പറയുന്നവർക്ക് ഒരു വാല്യൂ ഇല്ല. അപ്പോൾ അതെന്താ വെച്ചാൽ അത് മറ്റൊരു കമ്പനിയോ അല്ലെങ്കിൽ മറ്റൊരു ജ്വല്ലേഴ്സ് ആണെങ്കിലും ബൊട്ടിക്സുകളാണെങ്കിലും
ആണെങ്കിലും ഇതൊന്നും എന്ത് ചെയ്യുന്നു, കറക്റ്റായിട്ടുള്ള ഇത് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യില്ല, അവരതിലേക്ക് വിളിക്കില്ല. ഈ ഒരു പക്കാതിന്. അപ്പോൾ അതൊരു പ്രൊഫഷൻ തന്നെയാണ്. ആ പ്രൊഫഷനെ നമ്മൾ ഇല്ലാണ്ടാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഒരുപാട് കുട്ടികൾക്ക് ഇതിൻ്റെ ഇതാവുന്നുണ്ട്. പിന്നെ അതൊക്കെ ഒരു ജസ്റ്റ് ഇപ്പം ഇവർ കാണിക്കുന്ന ഇതൊക്കെ മോഡലിങ്ങിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെ അത് അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണെങ്കിൽ, ആ റാമ്പോട് കൂടി അവസാനിപ്പിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇതത് മോഡലാണ് എന്നുള്ള രീതിയിൽ നടക്കുകയും അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ അതിനു വേണ്ടിയിട്ട് സമീപിക്കും. ഇവർക്ക് എവിടെയും അവസരങ്ങൾ കിട്ടില്ല. ആ കുട്ടിയുടെ ലൈഫ് നശിക്കുകയാണ്. ആ ഒരു കുട്ടീനെ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം ബിഗ് ബോസിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ആ കുട്ടി ബോംബെക്കാരി, അവിടെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ ബാക്കിയുള്ള ലേഡീസിനെ കാണുന്നു അവളെ കാണുന്നത് തമ്മിലുള്ള ഒരു മോഡൽ എന്ന് പറയുമ്പോൾ, ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ ഏത് രൂപം ആവാം, പക്ഷെ മോഡൽ എന്ന് പറയുമ്പോൾ ആ കൊച്ചിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതൊരു മോഡലാണെന്ന് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ മനസ്സിലാവും. റിയ അത്തരത്തിലുള്ള മോഡലിംഗ് രംഗത്തേക്ക് പോയിട്ടുണ്ടോ? ഏതാ? റിയ ഒരു പുരുഷനായിരുന്ന സമയത്ത്. ഞാൻ പുരുഷനായ സമയത്ത് മോഡലൊന്നും ആയിട്ടില്ല. ഇല്ല. ഞാനിവിടെ MSc പഠിക്കുന്ന സമയത്താണ് എനിക്ക് കോളേജിൽ നിന്ന് ജ്വല്ലറിയുടെ ഒരു ഇത് വരുന്നത്, കോമ്പറ്റീഷൻ വരുന്നത്. അങ്ങനെ അതിൽ ബ്രൈഡായി ഞാൻ. അങ്ങനെ ക്ലാരസ് ജ്വല്ലറിയുടെ ബ്രൈഡായി, അതിൽ വിന്നറായി. 14ഓളം പെൺകുട്ടികളെ തോൽപ്പിച്ചിട്ട് ഞാനാണ് അതിൽ വിന്നറായത്. ബ്രൈഡായിട്ട് ഒരു ബ്രൈഡും 6 ബ്രൈഡ് മെയ്ഡ്സും അങ്ങനെയായി നിന്ന സമയത്താണ് ഇത് വരുന്നത്. അപ്പോൾ പിന്നെയാണ് എനിക്ക് ദുബായ് ഗോൾഡിൽ മോഡലിംഗ് വന്നത്. പിന്നെയാണ് അവിടുന്ന് പല ആൾക്കാരും എനിക്ക് മോഡലിംഗ്. അല്ലാതെ ആ സമയത്തൊന്നും അങ്ങനെ ഇല്ല. ഞാൻ റിയക്ക് അത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഇന്റിമേറ്റ് ഫ്രണ്ട്സുകളും അവരും ഇതൊക്കെ പറഞ്ഞിട്ട് അവര് നമ്മളിലേക്ക് എത്തിപ്പെടുന്നത് ഇങ്ങനെ കുറെ ഇത് കഴിഞ്ഞിട്ട് നമ്മളിലേക്ക് എത്തുന്നത്. അപ്പൊ നമുക്ക് അനുഭവം ഒരുപാട് പേർക്ക് അത്താണിയാവാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. സിനിമയിലേക്ക് കാസ്റ്റിംഗ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, മോഡലിംഗിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് ഇപ്പം വനിതാ മിസ് കേരള മിസ് ഇതിലൊക്കെ നമ്മുടെ കുട്ടികൾ തന്നെ, ലുലു ഫാഷൻ വീക്കിലൊക്കെ നമ്മൾ വിന്നറായതൊക്കെ കുട്ടികൾ ഞാൻ കൊണ്ടുവന്ന കുട്ടികൾ തന്നെയാണ്. ട്രാൻസ് കമ്മ്യൂണിറ്റി വളർന്നുകൊണ്ടിരിക്കുകയാണ്. US തന്നെ 2 ദശലക്ഷത്തിലധികം നോൺ ബൈനറി ആൾക്കാർ താമസിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ എങ്ങനെയാണ് ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ കാര്യം? അല്ല, അത് ഇപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാ ആൾക്കാർക്കും ഏതൊക്കെ ജെൻഡറും സെക്സും സെക്ഷുവാലിറ്റിയും ഇതൊക്കെ എൻറ്റേർലി ഡിഫറെൻ്റ് ആണ്. അപ്പം ഇതിൽ ഏതിലാണ് നമ്മളുടെ സാഹചര്യം, നമ്മുടെ സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കി നമ്മൾ എന്തായാലും ആവും. അപ്പം ട്രാൻസ് കമ്മ്യൂണിറ്റി സ്വാഭാവികമായിട്ടും ഭാവിയിൽ ട്രാൻസും അതേമാതിരി ലേഡീസും മെയിലും ഫീമെയിലും ഇവരെല്ലാം കൂടിയതല്ലേ ഈ ഒരു സമൂഹം, ഒരു സമൂഹം എന്ന് പറയുന്നത്. അതെ. അപ്പം ഇവര് എല്ലാവരും ഉണ്ടാവും. മെയിൽ ഫീമെയിൽ അതുപോലെ തന്നെ ഒരു ട്രാൻസിന്റെ കമ്മ്യൂണിറ്റിയും കൂടി അതൊക്കെ ഉണ്ടാവും. എല്ലാവരും ഉണ്ടാവും. ഇവരൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിപ്പം വസ്ത്രം ഇടാൻ തുടങ്ങിയതും അതുപോലെ തന്നെ കമ്മലാണ്, ഓർണമെന്റ്സ് ആണ്, എല്ലാ കാര്യം ആശുപത്രി വന്നതൊക്കെ ഓരോ കാലഘട്ടങ്ങളിലല്ലേ. അതുപോലെ തന്നെ ഓരോരുത്തരും നമ്മൾ എന്താണെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് നമുക്ക് നമ്മളായിട്ട് ജീവിക്കാനുള്ളതും ഇപ്പോഴാണ് ഓരോരുത്തർക്ക് അതിനുള്ള അവസരങ്ങൾ കിട്ടിയത്. അപ്പോൾ അവരത് അങ്ങനെ ജീവിക്കുന്നു. ഓരോ വ്യക്തികളുടെ മാനസിക അവസ്ഥ നമുക്ക് അറിയാം. സമൂഹം ഒരുപാട് മാറി, സമൂഹം ഉൾക്കൊണ്ട് തുടങ്ങി. എൻ്റെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഞാനിതൊക്കെ കേൾക്കുമ്പോഴും കളിയാക്കപ്പെടുന്ന ഒരു സമൂഹമായിരുന്നു അല്ലേ നമ്മള്. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി. ഇപ്പം ശരിക്കും ട്രാൻസ്ജെൻഡർ എന്നത് സമൂഹം അംഗീകരിച്ചൊരു കാര്യം തന്നെയാണ്. അതിലൊരുപാട് സന്തോഷമില്ലേ റിയ? തീർച്ചയായിട്ടും. ഞാൻ വിചാരിക്കുന്നു എനിക്കിപ്പം അടുത്ത ജന്മം ആരാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ട്രാൻസ് ആയാൽ മതി. പക്ഷെ എന്ത് ചെയ്യണം, ആ സമൂഹം അംഗീകരിക്കുന്ന മെയിൽ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ അംഗീകരിക്കുന്നത് സമൂഹത്തിന്റെ മൂന്നാമത്തെ കോളം വന്നല്ലോ. വന്നു കഴിഞ്ഞാലും ഇപ്പോഴും അത് നമ്മളിപ്പോ നോർമലൈസ് ചെയ്തിട്ട് അങ്ങനെ ഇതാവുന്നില്ലല്ലോ. എങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഒരു ഇതില്ല, അതൊന്നും ഇല്ലാത്ത രീതിയിൽ ഇപ്പൊ ഫീമെയിലിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലല്ലോ, മെയിലിനെ കണ്ടാലും ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ ട്രാൻസ് പേഴ്സൺസിനെ കണ്ടാലും കുഴപ്പമില്ലാത്തൊരു ലോകത്താണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ ജീവിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. കാരണം 2 മൈൻഡും മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരാണ് ട്രാൻസ് പേഴ്സൺസ്. ഒരു സ്ത്രീയുടെ മൈൻഡ് മനസ്സിലാക്കാൻ പറ്റും, പുരുഷൻ്റെ മൈൻഡ് മനസ്സിലാക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അതല്ല ലെക്ക്. ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ചിന്തിക്കാറുണ്ട് ബൈസെക്ഷൽ ആണെങ്കിൽ അത് ഭയങ്കര ലെക്കാണെന്ന്. കാരണം രണ്ടുപേരുടെയും നമ്മുടെ ലൈഫിൽ ഒരു 2 വ്യക്തികളെയും സെക്സിൽ നമ്മൾ ആസ്വദിക്കുക എന്ന് പറയുന്നത്, സെക്സ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് റിലാക്സേഷൻ, എല്ലാം നമ്മുടെ മൈൻഡിൻ്റെ എല്ലാ ഡ്രസ്സ് എല്ലാം ഒഴിവാക്കി നല്ല രീതിയിലൊരു ആസ്വാദനമാണ് സെക്സ് എന്ന് പറയുന്നത്. അതിപ്പോൾ 2 ആൾക്കാരോട് ചെയ്യാൻ പറ്റുന്ന ബൈസെക്ഷൽസിനെയാണ് എനിക്ക് താല്പര്യം. റിയയുടെ അഭിപ്രായമാണ്, മറ്റുള്ളവരുടെ അഭിപ്രായം ആവില്ല. അഭിപ്രായം.
അങ്ങനെയാണെങ്കിൽ അത് ഹൈട്രാസെക്ഷൽ ആൾക്കാരുണ്ടല്ലോ, അവർ ശരിക്കും അവരങ്ങനെയായിട്ട് ജീവിക്കും. അവരുടെ കുട്ടികൾ ഇപ്പോൾ ലേഡീനെ കല്യാണം കഴിക്കുന്നു, കുട്ടികളുണ്ടാവുന്നു, അങ്ങനത്തെ രീതിയിൽ ജീവിക്കുന്നു. അപ്പം ലെസ്ബിയൻസും ഉണ്ട് ഇവിടെ, ഗേയ്സും ഉണ്ട് ഇവിടെ, അതുപോലെ തന്നെ ഇതെല്ലാം കൂടി ട്രാൻസും ഉണ്ട് ഇവിടെ. എല്ലാവരും കൂടിയതാണ് സമൂഹം. ഒരാളുടെയും കുത്തകയൊന്നല്ല. അപ്പം ഇതെല്ലാവരും കൂടി ചേർന്ന ഒരു സമൂഹം ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ വരട്ടെ. അതിനെ വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ. ഇപ്പം ഇന്നത്തെ കാലം എന്ന് പറയുന്നത് തന്നെ വളരെ ഇതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു നല്ലൊരു റീൽസ് ഇട്ട് കഴിഞ്ഞാൽ അതാരും മൈൻഡ് ചെയ്യാനോ ഷെയർ ചെയ്യാനുള്ളൂ. പക്ഷെ അത് നെഗറ്റീവ് എവിടെയുണ്ടോ അത് അവിടെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. അതെ അതെ, അവിടെ നെഗറ്റീവിനെ മാത്രം ഇതാക്കുന്ന ഒരു സമൂഹമായി മാറിയിട്ടുണ്ട് നമ്മുടെ. ശരിക്കും റിയക്ക് വളരെ വലിയൊരു മാറ്റമാണ് വന്നിരിക്കുന്നത്. ഞാൻ പഴയ റിയയുടെ ഫോട്ടോ കണ്ടിട്ട് ഇന്നത്തെ റിയനെ കാണുമ്പോൾ ശരിക്കും എന്താ പറയേണ്ടത്, ബോഡി എങ്ങനെയാണ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഞാൻ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യും. പിന്നെ സാധാരണ ഒരു സ്ത്രീക്ക് അസൂയ ഉണ്ടാവും കാണുമ്പോൾ. ആണല്ലേ, സന്തോഷം. അപ്പം അല്ല, ഞാൻ നല്ല വർക്കൗട്ട് ചെയ്യും. കാരണം എനിക്ക് അങ്ങനത്തെ വേറെ ഞാൻ 2019 മിസ് കേരള കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മലപ്പുറമൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. മിസ് മലപ്പുറമൊക്കെ പങ്കെടുത്ത് ബോഡി ഫിസിക്കൽ. അപ്പം ഞാൻ ബോഡി വർക്കൗട്ട് നല്ലുണ്ട്, നല്ല രീതി. അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും ഞാൻ സ്കിന്നിനാണെങ്കിൽ പിന്നെ ഹോർമോൺസുകൾ കഴിക്കും. സ്കിന്നിന് വേണ്ടി വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഹോർമോൺ ചെയ്യാറില്ല. ഹോർമോൺസ് അടിക്കും, ഹോർമോൺ കഴിക്കും, പിന്നെ വൈറ്റമിൻ ടാബ്ലറ്റ്സുകൾ കഴിക്കും. അല്ലാണ്ട് പ്രത്യേകിച്ചില്ല. പിന്നെ സർജറി ചെയ്യുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ ഇങ്ങനത്തെ കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളും ചെയ്യുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ ബോഡി മാറും. ഒരുപാട് സന്തോഷമുള്ള വർഷമാണ് 2025 അല്ലേ? പുതിയ ജോലിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടാവുമല്ലോ റിയക്ക്? പ്രേക്ഷകരോട് പറയുന്നത്, ഇത്രയും നാളും നമ്മൾ ഷൂട്ട് വരുന്നു, അല്ലെങ്കിൽ ഒരുപാട് മറ്റെൻ്റെ സ്വന്തം സ്ഥാപനമായിരുന്നു. ഇപ്പോൾ മറ്റൊരു സ്വർണ്ണമുഖി എന്ന് പറയുന്ന ജ്വല്ലറിയും അതുപോലെ അവരുടെ കുറേ കാര്യങ്ങളുമായിട്ടുള്ള വർക്കുകളാണ് നമ്മളിപ്പം റെസ്പോൺസിബിലിറ്റി കൂടി എന്ന് പറയാം. അപ്പം അതിൻ്റെ ഒരു ജോബിൻ്റെ ആ ഒരു ഹാപ്പിനെസ്സും പിന്നെ എൻ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് ഇപ്പോൾ ഒരു ദിവസം ചെന്നില്ലെങ്കിലും അല്ലെങ്കിൽ ഷൂട്ടാണെങ്കിലും അത് അങ്ങനത്തെ ഒരു വേറൊരു ലൈഫായിരുന്നു. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൂടി അപ്പം നല്ല ഹാപ്പിയാണ്. എന്തായാലും കുഴപ്പമൊന്നുമില്ല, നല്ല ഇതാണ്. കാരണം വെച്ചാൽ മറ്റൊരു സ്ഥാപനത്തിൽ നമ്മളായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുമ്പം ആ ഒരു ഹാപ്പിനെസ് കിട്ടുക എന്നുള്ളത് വേറെ ഒരു. തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് സന്തോഷം റിയയുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. എന്തായാലും സന്തോഷം, ഇങ്ങനെയൊരു ഇൻ്റർവ്യൂ ചെയ്യാൻ നിങ്ങൾ എന്നെ ക്ഷണിച്ചതിനും ഒക്കെ എല്ലാവരും എന്തായാലും ഹാപ്പിയാണ്. നല്ലൊരു ഇൻ്റർവ്യൂ. സോ മച്ച്. താങ്ക് യു.